സാറേ, നമ്മുടെ സ്ക്രീൻ വിസിബിൾ ആണോ സാർ? ആണാണ് ആണ്. സാർ, എല്ലാ പേർക്കും നമസ്കാരം. ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ആറ്റിങ്ങലിന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്നോവേഷൻ കൗൺസിലിന്റെ ഭാഗമായിട്ടുള്ള നാലാമത്തെ ഈ സെമസ്റ്ററിലെ നാലാമത്തെ വെബിനാർ സെഷൻസ് ആണ് നമ്മൾ ഇന്നിവിടെ കണ്ടക്ട് ചെയ്യുന്നത്. ഇന്നത്തെ വെബിനാർ സെഷനിൽ നമുക്ക് നമ്മുടെ റിസോഴ്സ് പേഴ്സൺ ആയിട്ടുള്ളത് ബഹുമാനപ്പെട്ട ഡോക്ടർ ഷെറിൻ സാം ജോസ് സാറാണ്. അദ്ദേഹം അമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഇൻക്യുബേഷൻ ആൻഡ് ഇൻഡസ്ട്രി കണക്ടിന്റെ ഡയറക്ടറും അതോടൊപ്പം തന്നെ അസോസിയേറ്റ് പ്രൊഫസറും അതുപോലെ തന്നെ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ് HOD കൂടിയാണ്. അതോടൊപ്പം തന്നെ അമൽ ജ്യോതി സ്റ്റാർട്ടപ്പ് വാലിയുടെ CEO കൂടിയാണ് അദ്ദേഹം. നമുക്കറിയാം, നമ്മുടെ IEDC ഫാമിലിയുടെ തുടക്കകാലം മുതൽക്കേ തന്നെ വളരെയധികം IEDC കമ്മ്യൂണിറ്റിക്ക് വേണ്ടി വളരെയധികം സപ്പോർട്ടും അതോടൊപ്പം തന്നെ ഒരുപാട് ഓണ്ടർപ്രണേഴ്സിനെയും സ്റ്റാർട്ടപ്പുകൾക്ക് മെന്ററായിട്ടും അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ മൂന്നാമത്തെ TBI അമൽ ജ്യോതിക്ക് നേടിക്കൊടുത്തതും അതുപോലെ തന്നെ 10 കോടിയിലധികം രൂപയുടെ ഇൻക്യുബേഷൻ സപ്പോർട്ടുകളും എല്ലാം നേടിക്കൊടുത്തതും ഷെറിൻ സാറിന്റെ സപ്പോർട്ടിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ അദ്ദേഹം KDISCന്റെ അഡീഷണൽ റെസ്പോൺസിബിലിറ്റി ആയിട്ട് KDISCന്റെ കൺസൾട്ടന്റ് ആണ്. അതോടൊപ്പം തന്നെ ബിസിനസ് ഇൻക്യുബേഷൻസ് ക്ലസ്റ്ററിന്റെ കോർഡിനേറ്റർ ആണ് കേരള ആൻഡ് ഗോവയുടെ. അതോടൊപ്പം തന്നെ അദ്ദേഹം അമൽ ജ്യോതിയിൽ 2005 ജോയിൻ ചെയ്തത് അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ. അതിനുശേഷം IEDCയുടെ ഭാഗമായിട്ട് 2005 മുതൽ IEDCയുടെ ഭാഗമായിട്ട് അദ്ദേഹം ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ സാങ്ഷൻഡ് IEDC ആദ്യമായിട്ട് അമൽ ജ്യോതിയിലാണ് കിട്ടിയത്. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ IEDC സെന്ററും അമൽ ജ്യോതിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അന്നത്തെ പ്രൊജക്ടിന് 47 ലക്ഷം രൂപയുടെ ഫിനാൻഷ്യൽ സപ്പോർട്ട് സെൻട്രൽ ഗവൺമെന്റ് ഭാഗമായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബിറാക് ഫണ്ടഡ് ആയിട്ടുള്ള ബിസിനസ് ഇൻക്യുബേഷൻ പ്രോജക്റ്റുകൾ, അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ പ്രോജക്റ്റുകൾ, അതുപോലെ തന്നെ അമൽ ജ്യോതി TBI, അതുപോലെ തന്നെ കേരളത്തിലെ മൂന്നാമത്തെ TBI, അതുപോലെ തന്നെ നമ്മുടെ അമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ സ്കിൽ ഡെവലപ്മെന്റ് സെന്റേഴ്സ് ഉണ്ട്. അതായത് വോൾവോയുടെ, ഏഷ്യറിന്റെ, അതുപോലെ തന്നെ റോയൽ എൻഫീൽഡിന്റെ, ബോഷിന്റെ ഉണ്ട്, അതുപോലെ യമഹ മോട്ടോഴ്സിന്റെ ഉണ്ട്, JK ടയേഴ്സിന്റെ സ്കിൽ ഡെവലപ്മെന്റ് സെന്റേഴ്സ് ഉണ്ട്. ഇതിന്റെ എല്ലാം ചുക്കാൻ പിടിച്ചതും ഇതിന്റെ എല്ലാം കോർഡിനേറ്റർ ആയിട്ട് ഷെറിൻ സാറാണ് ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ IEDC സബ്മിറ്റ് 2-3 തവണയായിട്ട് IEDC സബ്മിറ്റിന്റെ അമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലാണ് നടന്നത്. അതുപോലെ തന്നെ PhD റിലേറ്റഡ് ആയിട്ട് അദ്ദേഹത്തിന് ഇന്റർനാഷണൽ ജേർണലുകളിലും അതുപോലെ തന്നെ നാഷണൽ ജേർണലുകളിലും സ്കോപ്പസ് ആൻഡ് SCI ഇൻഡെക്സ് ജേർണലുകളിലും പബ്ലിക്കേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ബെസ്റ്റ് OEP ഫെസിലിറ്റേറ്റേഴ്സ് അവാർഡ് കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന്. അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് ചാമ്പ്യൻസ് ഓഫ് ഇന്നോവേഷൻ പ്രീമിയർ ലീഗ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ OEPയുടെ ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ NIRF ഇന്നോവേഷൻ അവാർഡ് 2022 കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെവൽ ബെസ്റ്റ് പെർഫോമിംഗ് IEDC അവാർഡ് അത് 2 വർഷം തുടർച്ചയായി 2 വർഷം കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കേരളത്തില് IEDC, അതുപോലെ തന്നെ ടെക്നോളജി ബിസിനസ് ഇൻക്യുബേഷൻസ്, അതുപോലെ തന്നെ ഫണ്ടഡ് പ്രൊജക്ടുകൾക്കെല്ലാം മെന്റർ സപ്പോർട്ടും അദ്ദേഹത്തിന്റെ ഭാഗമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, ആറ്റിങ്ങൽ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിന്റെ നാലാമത്തെ വെബിനാർ സെഷൻസ് ആണ്. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഓണ്ടർപ്രണർഷിപ്പ് ആൻഡ് കരിയർ ആണ്. അദ്ദേഹത്തിന് ഡോക്ടർ ഷെറിൻ സാറിന് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഫാക്കൽറ്റിയാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഇന്നത്തെ ഈ വെബിനാർ സെഷനിൽ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ജോയിൻ ചെയ്തിട്ടുണ്ട്, ബിന്ദുര ടീച്ചർ ജോയിൻ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട HODമാർ, അതുപോലെ തന്നെ ചേലക്കര പ്രിൻസിപ്പാൾ നമ്മുടെ പ്രദീപ് സാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് ഫാക്കൽറ്റീസ്, അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളെല്ലാവരും ജോയിൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ ഉദ്യമത്തിന്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ ഈ വെബിനാർ സെഷനിലേക്ക് ഡോക്ടർ ഷെറിൻ സാറിനെ ക്ഷണിക്കുന്നു. ഓവർ ടു യു സാർ. താങ്ക് യു. താങ്ക് യു ശ്യാം സാർ. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ. താങ്ക് യു.
ആറ്റിങ്ങൽ പോളിടെക്നിക്കിന്റെ അടുത്തുകൂടെ ഞാൻ പ്രാവശ്യം യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ആറ്റിങ്ങൽ പോളിടെക്നിക്കിൽ ഇതുവരെ വന്നിട്ടില്ലാത്ത സാഹചര്യത്തിൽ അവിടുത്തെ പിള്ളേരുമായിട്ട് ഒന്ന് മീറ്റ് ചെയ്യാൻ സാധിക്കുന്നതിൽ, ഓൺലൈനിൽ ഒന്ന് കാണാൻ സാധിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഏറ്റവും സ്നേഹം നിറഞ്ഞ ഷൈൻ സാർ, പ്രിൻസിപ്പൽ, എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടായ ചേലക്കര പോളിടെക്നിക് പ്രിൻസിപ്പൽ പ്രദീപ് സാർ ആൻഡ് അതർ ഫാക്കൽറ്റി മെമ്പേഴ്സ് ആൻഡ് സ്റ്റുഡൻസ്. ഞാനിന്ന് നിങ്ങളുടെ അടുത്തേക്ക് ഒന്നും സംസാരിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞ സമയത്ത് എന്ത് സംസാരിക്കണമെന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമായിരുന്നു. ഞാൻ പ്രതീക്ഷിക്കുന്നത് കൂടുതലും ഇനിഷ്യൽ സ്റ്റേജിലുള്ള പിള്ളേരായിരിക്കും. നമ്മൾ എങ്ങനെ ഒരു പ്രോജക്റ്റ് ഐഡന്റിഫൈ ചെയ്യാം, അത് എങ്ങനെ ഫണ്ട് റൈസ് ചെയ്യാം, അതിനെങ്ങനെ പ്രോഡക്റ്റ് ആയിട്ട് മാറ്റാം, ഇതുകൊണ്ട് എനിക്കെന്ത് ഗുണമുണ്ട്, ഇങ്ങനെയുള്ള ചില ആശയങ്ങളാണ് എൻ്റെ മനസ്സിലൂടെ തോന്നിയത്. ഞാനുണ്ടല്ലോ ഒരു ദിവസം വൈകിട്ട് ഞാനും വൈഫും കൂടെ വീട്ടിലേക്ക് ഒരു സ്ഥലത്ത് പോയിട്ട് വീട്ടിലേക്ക് യാത്ര ചെയ്യുമായിരുന്നു. യാത്ര ചെയ്യുന്ന സമയത്ത് അടുത്ത ദിവസം രാവിലെ എന്ത് ഫുഡ് ഉണ്ടാക്കും എന്നുള്ളതാണ്, രാത്രിയായി, അടുത്ത ദിവസം രാവിലെ എന്ത് ഫുഡ് ഉണ്ടാക്കും എന്നുള്ളതായിരുന്നു ചോദ്യം. ഞാൻ വൈഫിനോട് പറഞ്ഞു അടുത്ത ദിവസം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്ന് വാങ്ങാം, പുറത്തുനിന്ന് കഴിക്കാം. അപ്പോൾ വൈഫ് പറഞ്ഞു അതല്ല, നമുക്ക് ഈ ദോശമാവൊക്കെ എല്ലാ കടകളിലും അവൈലബിൾ ആണ്, നമുക്ക് ഒരു ദോശമാവ് കവർ വാങ്ങിയിട്ട് പോകാം എന്ന് പറഞ്ഞു. ഞാൻ തീർച്ചയായിട്ടും ദോശമാവ് അവൈലബിൾ ആണ്, ഒരു കടയിൽ ഇറങ്ങി ദോശമാവ് വാങ്ങിയിട്ട് പോയി. എൻ്റെ മനസ്സിൽ പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല കേട്ടോ. അപ്പോ രാവിലെ കഴിച്ചോണ്ടിരുന്ന സമയത്ത്, ഇതൊക്കെ കഴിഞ്ഞു, രാവിലെ കഴിച്ചോണ്ടിരുന്ന സമയത്ത് വൈഫ് ചോദിച്ചു, നമുക്ക് വട ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു, നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു വട കിട്ടിയിരുന്നെങ്കിൽ. അപ്പൊ ഞാൻ പറഞ്ഞു നിനക്ക് വട ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടല്ലേ? അല്ല അത് കുഴപ്പമില്ല. ഞങ്ങളിങ്ങനെ ഒരു മക്കളും ഒക്കെ കൂടെ ഉണ്ടായിരുന്നു, വെറുതെ ഒരു ഡിസ്കഷൻ ഇടയ്ക്ക്. അങ്ങനെയാണെങ്കിൽ ഞാൻ മക്കളെ ആ ഒരു ലൈനിലേക്ക് കൊണ്ടുവരാൻ കൂടെ വേണ്ടിയിട്ടാണ് വട എന്നുള്ള ടോപ്പിക് എടുത്തിട്ടത്. അങ്ങനെയാണെങ്കിൽ ഈ വട ഉണ്ടാക്കാൻ ഒരു മെഷീൻ ഉണ്ടായിരുന്നെങ്കിലോ എന്ന് ഞാൻ ചുമ്മാ അവരോട് ചോദിച്ചു. അവർ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ ഒരു മെഷീൻ ഉണ്ട് കേട്ടോ, അത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞങ്ങൾ അതുമായിട്ടുള്ള ഡിസ്കഷനിൽ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞ സമയത്ത് കണ്ട ഒരു 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 കാഴ്ചപ്പാടിലുള്ള, അല്ലെങ്കിൽ ഒരു 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 ആൾക്കാർക്ക് എങ്ങനെയാണ് ആൾക്കാർ ക്രിയേറ്റീവായിട്ട് ഇന്നോവേറ്റീവായിട്ട് ചിന്തിക്കുന്നതെന്ന് ചുമ്മാതെ ഉള്ള ചെറിയ എക്സാമ്പിൾസിലൂടെ ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ള ID ഫുഡ് പ്രോഡക്ട്സിന്റെ വട ബാറ്ററാണ് ഞാൻ ആദ്യം എടുക്കുന്നത്. നമ്മളൊരു 3-4 വെർഷൻസ് ഞാൻ കാണിക്കാം. ഈ വെർഷൻസിലെ ഇന്നോവേഷന് വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ട്രെയിനിങ്ങോ പ്രത്യേകിച്ച് എക്സ്പേർട്ടിയോ ആണോ എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. എന്തായാലും എൻ്റെ സ്ക്രീൻ കാണാമല്ലോ അല്ലേ? ഹലോ ഹലോ കാണാം സാറേ, കാണാം. ഓക്കെ 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 ഞാൻ ഒരു വട ബാറ്റർ നിങ്ങളെ കാണിക്കാം. ഈ വട ബാറ്റർ അല്ല എൻ്റെ ഒരു പർപ്പസ്. ഞാൻ മാറിപ്പോയോ? ഞാൻ ഈ ഒരു വീഡിയോയിൽ എനിക്ക് തോന്നിയ 1-2 കാര്യങ്ങൾ, അതിന്റെ ക്യാപ്ഷൻ എനിക്ക് ഭയങ്കര രസകരമായിട്ട് തോന്നി. എവരിബഡി ക്യാൻ വട, അത് ഭയങ്കര ഒരു രസകരമായിട്ട് തോന്നി. അതോടൊപ്പം തന്നെ ഈ ഒരു പ്രോജക്റ്റ്, ഈ ഒരു ഹലോ സാറേ കേൾക്കുന്നുണ്ട്. ഹലോ സാറേ കേൾക്കുന്നുണ്ട്.
നിങ്ങളുടെ സൗണ്ട് മ്യൂട്ട് ചെയ്യാവുന്നത് എന്തോ ഒരു ഡിസ്റ്റർബൻസ്. ഓക്കെ, നമുക്ക് ഇത് കണ്ടു കഴിയുന്ന സമയത്തുണ്ടല്ലോ, പ്രത്യേകിച്ച് ഒരു ഭയങ്കര ഒരു പാത്ത് ബ്രേക്കിംഗ് ഇന്നോവേഷൻ ആണ് എന്റെ മനസ്സിൽ തോന്നിയ സാധനം. ഇങ്ങനെ ഇന്നോവേഷന് വേണ്ടിയിട്ട് നമ്മൾ ഹൈ എൻഡ് ടെക്നോളജിയോ അല്ലെങ്കിൽ വലിയൊരു സംഭവമൊന്നും വേണ്ട, പക്ഷെ നമ്മുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ മതി എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് തോന്നിയത്. അതിനെ ബേസ് ചെയ്ത് ഞങ്ങൾ ചുമ്മാ സംസാരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഈ യൂട്യൂബിൽ കാണാൻ പറ്റിയ കുറെ ബഡാ ബാറ്റേഴ്സ് ആണ് ഞാൻ ആദ്യം നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കും. ഈ ഒരു ബഡാ ബാറ്റർ ഒന്ന് നോക്കി. ഇവിടെ ഈ ബഡാ ബാറ്റർ കഴിഞ്ഞിട്ട് ഈ മറ്റേ ബഡാ ബാറ്റർ ആദ്യത്തെ ബഡാ ബാറ്റർ കാണിച്ച സമയത്ത് ബഡാ ബാറ്റർ കാണിച്ച സമയത്ത് ഉണ്ടായ ഒരു ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലാസ്റ്റിക് ബാറ്റർ എടുത്ത് ദൂരെ കളയേണ്ടി വരുമല്ലോ ഈ കഴിയുമ്പോ എന്നൊരു തോന്നലാണ് ഉണ്ടായത്. പക്ഷെ ഞാൻ ഇപ്പൊ കാണിച്ച ബഡാ ബാറ്ററിന്റെ ആ പ്രോബ്ലം അവർ വളരെ സുന്ദരമായിട്ട് സോൾവ് ചെയ്തു, കുറച്ചും കൂടെ ഈസി ആക്കാൻ സാധിച്ചു എന്നുള്ളതാണ് എന്റെ മനസ്സിൽ തോന്നിയത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു സ്റ്റെപ്പിലോട്ട് വേറൊരു ബഡാ ബാറ്ററിലേക്ക് പോകാം. ഒന്ന് മ്യൂട്ട് ചെയ്യാവോ, മറ്റുള്ളവരൊന്ന് മ്യൂട്ട് ചെയ്യാവോ? ഓക്കെ, ഈ ബഡാ ബാറ്റർ ഒന്ന് കാണാമോ? അപ്പോ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ എന്താ സംഭവിച്ചതെന്ന് അറിയാമോ? അതേ പ്രോബ്ലം മൾട്ടിപ്പിൾ ആയിട്ട് ഒരു ഇൻഡസ്ട്രിയലൈസേഷൻ ചെയ്തെടുത്താലോ എന്ന് ചിന്തിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇനി ഇതിനകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ പറ്റും. നമ്മളൊരു 3 മോഡൽ കണ്ടു, 3 മോഡലിലും 3 പ്രോബ്ലമാണ് സോൾവ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു 4ാമത്തെ മോഡൽ കാണിക്കാം. ഓ സോറി, പ്രോബ്ലം എന്റെ സൈഡിൽ നിന്നായിരുന്നു, റിയലി സോറി, വേറൊരു വീഡിയോ ഓണായി കിടന്നു. അങ്ങനെയാണെങ്കിൽ ഞാനൊരു അടുത്ത ഒരു പ്രോബ്ലം, ഒരു ബഡാ ബാറ്റർ കാണിക്കാം. യെസ് യെസ്. അപ്പൊ നമ്മൾ ഇവിടെ കണ്ട ഈ ഒരു കുറെ ബഡാ ബാറ്റേഴ്സ് അല്ലേ, സാധാരണക്കാരന് ചിന്തിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഒന്ന് മാറി ചിന്തിക്കാൻ ഇന്നത്തെ യുവത്വത്തിന് സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഓൾറെഡി ഡിഫൈൻഡ് ആണ്, ഓൾറെഡി ഡെവലപ്ഡ് ആണ് എന്ന് തോന്നുന്ന സ്ഥലങ്ങളിൽ ചെറിയ 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 പ്രോബ്ലംസ് കണ്ടെത്താൻ പറ്റും. എന്റെ എക്സ്പീരിയൻസ് എന്താണെന്നറിയാമോ? ഇതുവരെ ഞാൻ കാണിച്ചത് യൂട്യൂബിലെ കുറെ ലിങ്കുകളാണ്. ഞങ്ങളുടെ കോളേജിൽ ഒരു ചെറിയ കോൺടെസ്റ്റ് നടത്തി. ഈ കോൺടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡസ്ട്രീസിൽ പോയിട്ട് ഏതെങ്കിലും പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്തിട്ട് വരിക എന്നുള്ളത് മാത്രമായിരുന്നു ഒരു കോൺടെസ്റ്റിന്റെ പർപ്പസ്. ആ ഫോട്ടോ എടുക്കുക, ആ ഇൻഡസ്ട്രീസിൽ എന്തെങ്കിലും വേസ്റ്റ് ഡിസ്പോസൽ പ്രോബ്ലംസ് ഉണ്ടാകാം, അതല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകാം, ആ ഇഷ്യൂസ് മാത്രം നോട്ട് ചെയ്തിട്ട് വരിക. നോട്ട് ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ സെലക്ട് ചെയ്യപ്പെടുന്ന കുറെ പിള്ളേർക്ക് സമ്മാനം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ കോളേജിൽ ഒരു കുട്ടി എന്താ ചെയ്തതെന്ന് അറിയാമോ? അവര് നേരെ ചെന്നിട്ട് അവരുടെ വീട്ടിൽ, ഞാൻ എക്സാക്ട്ലി പറഞ്ഞു കഴിഞ്ഞാൽ മുണ്ടക്കയത്തിന് അടുത്ത് ഒരു ലൊക്കേഷൻ ഉണ്ട്, പെരുവന്താനം എന്നാണ് പറയുന്നത് ആ സ്ഥലത്തിന്റെ പേര്. ഈ പെരുവന്താനം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സൈറൻ ഉണ്ട്. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് അറിയില്ല. പണ്ടൊക്കെ ഞങ്ങളുടെ നാട്ടില് ഈ സൈറൻ ആണ് സമയം ഇൻഡിക്കേറ്റ് ചെയ്യുന്ന കൃത്യം 5 മണിക്ക്, 9 മണിക്ക്, 7 മണിക്ക്, അങ്ങനെ പർട്ടിക്കുലർ ടൈമുകളിൽ നല്ല ഉച്ചത്തിലുള്ള സൗണ്ട് കേൾക്കുമായിരുന്നു. ഈ പെരുവന്താനം എന്ന് പറയുന്ന സ്ഥലത്തിന് ഒരു ചെറിയ പ്രത്യേകതയുണ്ട്. പെരുവന്താനം എന്ന് പറയുന്ന സ്ഥലത്ത് കൂടുതലും കർഷകരാണ്, അല്ലെങ്കിൽ പ്ലാന്റേഷൻസ് ആണ്. ഈ പ്ലാന്റേഷൻസിന് അകത്ത് നിൽക്കുന്ന ആൾക്കാരെ വർക്കിംഗ് അവേഴ്സ് അറിയിക്കുക എന്നുള്ളതായിരിക്കാം ഒരു പക്ഷേ ഈ പറയുന്ന സൈറന്റെ പർപ്പസ്. ഈ കുട്ടി എന്തായെന്ന് അറിയാമോ? അവിടെ ചെന്നിട്ട് ആ സൈറന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് അയച്ചു.
അയച്ചിട്ട് ഈ കോൺടെസ്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. പറഞ്ഞത് എന്താണെന്നറിയാമോ, എന്റെ വീട്ടിൽ നിന്റെ വീടിനടുത്ത് ഇതുപോലെ ഒരു സൈറൺ ഉണ്ട്, ആ സൈറൺ മാനുവലിയാണ് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യസമയമാകുന്ന സമയത്ത് ഒരാൾ ചെന്നിട്ട് ഒരു ബട്ടൺ, ഒരു സ്വിച്ച് ഇടുന്ന സമയത്ത് സൈറൺ ഓപ്പറേറ്റ് ചെയ്യും. അതിന് പകരം നമുക്കിത് ഓട്ടോമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യുന്ന സാധനമുണ്ടോ? അപ്പൊ ഞങ്ങൾ ആ കുട്ടിയായിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇതൊരു രസം തോന്നിയപ്പോൾ ആ കുട്ടിയായിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത്, സാറേ ഇത് ഭയങ്കര എളുപ്പമല്ലേ, ഈ നമ്മുടെ ക്ലോക്കില്ലേ, അലാം ക്ലോക്കുകളിലൊക്കെ കൃത്യസമയത്ത് ബെല്ലടിക്കില്ലേ, അതുപോലെ ആ പറയുന്ന സാധനത്തിന്റെ ഒരു മെക്കാനിസം അതിനകത്ത് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ സോൾവ് ചെയ്യാൻ സാധിക്കില്ലേ? ശരിക്ക് ഇന്നിന്റെ എഞ്ചിനീയേഴ്സിന്റെ ഏറ്റവും വലിയ റിക്വയർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ അനുഭവിക്കുന്ന ചെറിയ ചെറിയ പ്രോബ്ലംസിനെ കണക്ട് ചെയ്തിട്ട് തിങ്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമാണ്. അങ്ങനെയുള്ള എന്തെങ്കിലും സാധനങ്ങളെ കുറിച്ചിട്ട് നമ്മുടെ മനസ്സിൽ ചിന്തിക്കാൻ പറ്റുമോ? ആദ്യത്തെ കാര്യം എന്താ പറയുക, ഇപ്പൊ ഉള്ളൊരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റിയോടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോൺ എന്ന് പറഞ്ഞിട്ട് ഓൾ ഇന്ത്യ കൗൺസിൽ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഇപ്പോൾ ഒരു വലിയ കോൺടെസ്റ്റ് നടത്തുന്നുണ്ട്. ഈ കോൺടെസ്റ്റില് മൊത്തം പ്രൈസ് മണി എത്രയാണെന്ന് അറിയാമോ? പ്രൈസ് മണി മാത്രം 3 കോടി രൂപയാണ്, 300 ലക്ഷം രൂപയാണ്. 200 ടീമുകൾക്ക് 1,50,000 രൂപ വെച്ചിട്ടുള്ള അവാർഡ് കിട്ടാം. അത് കൂടാതെ എന്ത് സംഭവിക്കണമെന്ന് അറിയാമോ? 1000 ടീമുകളെ സെലക്ട് ചെയ്യും. ഈ 1000 ടീമുകൾക്കും ഏകദേശം 50,000 രൂപ പെർ ടീമിന് 50,000 രൂപ വെച്ചിട്ടുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, 20,000 രൂപയുടെ ഹാർഡ്വെയർ വാങ്ങാനുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, അത് കഴിഞ്ഞിട്ട് ട്രാവല്, അക്കോമഡേഷൻ, ഫുഡ്, ഇങ്ങനെയുള്ള വലിയൊരു എക്സ്പെൻസ് തന്നെ അവർ മീറ്റ് ചെയ്യും. അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോണിന് നമ്മളുടെ ആപ്ലിക്കേഷൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പിച്ച് ഡെക്ക് മാത്രം സബ്മിറ്റ് ചെയ്താൽ മതി. പിച്ച് ഡെക്കിൽ 2 സ്ലൈഡേ ഉള്ളൂ, 6 സ്ലൈഡിൽ ലിമിറ്റഡ് ആണ്. 2 സ്ലൈഡിൽ 3 സ്ലൈഡാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഒന്ന് നമ്മുടെ ടെക്നോളജി, എന്ത് ടെക്നോളജിയാണ് നമ്മളെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഇതിന്റെ ഫീസിബിലിറ്റി എന്ത്, അടുത്തതിനകത്ത് നോവൽറ്റി എന്ത്, ഇങ്ങനെ 3 കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ടീമിൽ ഈ ഒരു സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോൺ അപ്ലൈ ചെയ്ത് വിൻ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ജോലി കിട്ടാനുള്ള സാധ്യത ഭയങ്കരമായിട്ട് കൂടും. ഈ സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോണിന് പോകുന്ന സമയത്ത് തന്നെ ഇന്റേൺഷിപ്പ് കിട്ടാൻ സാധ്യതയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. ഇന്ത്യയിൽ നിന്ന് 1000 ടീമിനെ ഫൈനലിലേക്ക് സെലക്ട് ചെയ്യും. ഇങ്ങനെയുള്ള വലിയ ഒരു ഇവന്റ് ആണ്. അപ്പൊ ഞാൻ ഈ ഒരു ഇവന്റിന്റെ സിനാരിയോ ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് നമ്മുടേതായ ഒരു പ്രോബ്ലം എടുത്തിട്ട് ഇതുപോലെ കാണുന്ന ചെറിയ പ്രോബ്ലം, ഞാൻ നേരത്തെ കാണിച്ച വട ബാറ്ററിൽ നമ്മൾ ചായക്കടയിൽ നിന്ന് വാങ്ങുന്ന വടയില് ഒരു പക്ഷേ കറിവേപ്പില കാണാം, ഒരു പക്ഷെ ഉള്ളിയുടെ ഇത് കാണാം. ഇതുപോലെയുള്ള സാധനങ്ങൾ കൂടെ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് കൂടുന്നു എന്ന് കഴിഞ്ഞപ്പോൾ അതിനെ ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വട ബാറ്റർ 2 ആ മൗത്ത് ഓപ്പൺ ചെയ്തിട്ട് തിരിച്ച് ഈ ക്യാപ്പ് ഫിക്സ് ചെയ്യുന്ന സാധനം അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്തൊരു ഇന്നോവേഷൻ ആണെന്ന് അറിയാമോ? ഇങ്ങനെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഫേസ് ചെയ്യുന്ന ചെറിയ പ്രോബ്ലംസ് എടുത്തിട്ട് നമുക്ക് തിങ്ക് ചെയ്യാൻ സാധിക്കും. ഇന്ന് എസ്പെഷ്യലി പോളിടെക്നിക് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെയുള്ള ചെറിയ പ്രോബ്ലംസ് എടുത്തിട്ട് നമ്മൾ തിങ്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അതിഭയങ്കരമാണ്. നമ്മൾ ഒരു പക്ഷെ ചിന്തിക്കും ഇതൊക്കെ നിസ്സാരം കാര്യമല്ലേ, ചെറിയ കാര്യമല്ലേ, നമ്മൾ എങ്ങനെയാ ഇതിനൊക്കെ ഇത് എന്ന് ചിന്തിക്കും. അങ്ങനെയാണെങ്കിൽ എത്ര പേർക്ക് ലുലു യൂസഫ് അലിയെ അറിയാം? കേട്ടിട്ടുള്ള ആൾക്കാരുണ്ടോ അതിനകത്ത്? യൂസഫ് അലിയെ ഒരു കംസപ്പെടാവോ? മുകേഷ് അംബാനിയെ കേട്ടിട്ടുണ്ടോ? റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ മുകേഷ് അംബാനിയെ കേട്ടിട്ടുണ്ടോ? ഈ മുകേഷ് അംബാനി ഇന്ന് ചെയ്യുന്ന ബിസിനസ് എന്താണെന്ന് അറിയാമോ? മുകേഷ് അംബാനി ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80,000 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഈ മുകേഷ് അംബാനി ഒരു റീറ്റെയിൽ ചെയിനാണ് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. റീറ്റെയിൽ ചെയിൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? നമ്മുടെ നാട്ടിൻ പുറത്തുള്ള ചെറിയ ചേട്ടന്മാർ നടത്തിക്കൊണ്ടിരുന്ന ചെറിയ പെട്ടിക്കട വെച്ചിട്ട് നടത്തിക്കൊണ്ടിരുന്ന ബിസിനസ്സാണ് മുകേഷ് അംബാനി ചെയ്യുന്നത്. നാച്ചുറൽസ് എന്ന് പറഞ്ഞാൽ ഒരു ഷോപ്പിനെ കുറിച്ച്, നാച്ചുറൽസ് എന്ന് പറയുന്ന ഒരു ഷോപ്പിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നാച്ചുറൽസ്, യെസ്, സലൂണാണ്, മുടി വെട്ടിക്കുന്ന കടയാണ്. ഈ മുടി വെട്ടിക്കുന്ന കടയിൽ നിൽക്കുന്ന ലേബറിന് ഒരുപക്ഷെ നോർത്ത് ഇന്ത്യയിൽ നിന്നായിരിക്കും അല്ലെങ്കിൽ ഈസ്റ്റ് ഇന്ത്യയിൽ നിന്നായിരിക്കും ആൾക്കാരെ കൊണ്ടുവന്നേക്കുന്നത്. അവരുടെ സാലറി എത്രയാണെന്ന് അറിയാമോ? മോർ ദാൻ 30,000 ആണ്, 30,000 to 40,000 റുപ്പീസ് ആണ് അവരുടെ പെർ മന്ത് സാലറി. പക്ഷെ അവിടെ പോകണമെങ്കിൽ എന്താ ചെയ്യണമെന്ന് അറിയാമോ? ഈവൻ നമ്മൾ തന്നെ അവിടെ സലൂണിൽ പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ബുക്ക് ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള കടകളേക്കാൾ വളരെ കോസ്റ്റ് കൂടുതലായിരിക്കാം. ഇങ്ങനെ ഈ പറയുന്ന മൾട്ടിനാഷണൽ കമ്പനികൾ, ഞാൻ പറഞ്ഞ ലുലുവിന്റെ കടയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റേഷനറി കടയായിട്ട് നമുക്ക് തിങ്ക് ചെയ്തൂടെ? വേറെ പ്രൊഫൈലില് വേറൊരു ഇൻവെസ്റ്റ്മെന്റ് വലുതായിട്ട് ചെയ്തെടുത്തു എന്നുള്ളതാണ്. പക്ഷെ അവര് ബിസിനസ് ചെയ്യാൻ സ്പേസ് കണ്ടെത്തുന്നത് സാധാരണക്കാരന്റെ ഡേ ടു ഡേ ബിസിനസ്സിലാണ്. ഈ ഞാൻ നേരത്തെ പറഞ്ഞ മുകേഷ് അംബാനി ചെയ്തേക്കുന്നത് എന്താണെന്ന് അറിയാമോ? അജിയോ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. റിലയൻസ് പോയിന്റ് എന്ന് പറയുന്ന ഒരു കടയുണ്ട്. റിലയൻസ് റീറ്റെയിൽ എന്ന് പറയുന്ന കടയുണ്ട്.
റിലയൻസ് ഫ്രഷ് ഉണ്ട്, റിലയൻസ് ഹോം അപ്ലയൻസസ് ഉണ്ട്, റിലയൻസ് സ്മാർട്ട് ഉണ്ട്. ഇങ്ങനെ എന്തോരം ബിസിനസ് അവർ ചെയ്തേക്കണേ. ഈ ബിസിനസ് ഒക്കെ ചെയ്യുന്നവരുടെ ആവശ്യം എന്താ? അവനത് എന്ത് ഇന്നോവേഷനാ ഉള്ളത്? നമ്മുടെ നാട്ടിൻ പുറത്ത് സ്റ്റേഷനറി കട നടത്തിയിരുന്ന സാധനം വലിയ ചെയിൻ ആയിട്ട് ഇവർ ഡെവലപ്പ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവരൊക്കെ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സാധാരണക്കാരന്റെ പ്രോബ്ലംസിൽ വർക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു സത്യം. അങ്ങനെ ഒരുപാട് പൊട്ടൻഷ്യൽ ഉള്ള ഈ ഒരു പ്രോജക്റ്റിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഈ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കേപ്പബിലിറ്റി ഉണ്ടാകണം എന്നുള്ളതാണ് ഞാൻ ആദ്യം നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എന്ത് കേപ്പബിലിറ്റി എന്നറിയാമോ? ഞാൻ നേരത്തെ പറഞ്ഞ ID ഫുഡ് പ്രോഡക്ട്സിന്റെ ഫൗണ്ടർ മുസ്തഫ എന്ന് പറയുന്ന വ്യക്തി മലയാളിയാണ്. അദ്ദേഹത്തിന്റെ ഒരു 16 മിനിറ്റ് ലെങ്ത് ഉള്ള ഒരു വീഡിയോ യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ID ഫുഡ് പ്രോഡക്ട്സിന്റെ ഒരു പ്രസന്റേഷൻ. പക്ഷെ ആ പ്രസന്റേഷൻ കേട്ട് കഴിയുമ്പോഴല്ലോ നമ്മൾ കോരിത്തരിച്ചിരുന്നു പോകും. നിങ്ങൾക്ക് തട്ട് ദോശയും ഓംലെറ്റും ഇഷ്ടമുള്ള ആൾക്കാർ ആരെങ്കിലും ഇതിനകത്തുണ്ടോ? നല്ല തട്ട് ദോശയും ഓംലെറ്റും ഇഷ്ടമല്ലാത്ത, വൈകിട്ട് കൂട്ടുകാരുടെ കൂടെ പോയി തട്ട് ദോശയും ഓംലെറ്റും കഴിക്കാൻ ഇഷ്ടമുള്ള ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ഒരു തംസപ്പ് ഇടാവോ? യെസ്. തംസപ്പ് താമസിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു മന്തിയും അറേബ്യൻ ഫുഡ് മാത്രമാണ് നമ്മുടെ ഇന്നത്തെ യുദ്ധത്തിന്റെ ഇഷ്ടമെന്ന്. അങ്ങനെയല്ല. ഈ തട്ട് ദോശ ഇഷ്ടമാണെന്നുള്ളത് ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് ആർക്കെങ്കിലും ചിന്തിക്കാൻ സാധിക്കുമോ? എനിക്ക് ചിന്തിക്കാൻ സാധിച്ചില്ല കേട്ടോ. ഞാൻ അത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഈ മുസ്തഫ എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്തെന്നറിയാവോ? അന്ന് RIS റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജ് NIT കാലിക്കറ്റില്, ആള് കാസർഗോഡുകാരനാണ്. NIT കാലിക്കറ്റിൽ പോയി ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ ഗ്രാജുവേറ്റ് ചെയ്തു. ബിടെക് എടുത്തു കഴിഞ്ഞാൽ പുള്ളിക്ക് ഒരു ചെറിയ മോഹം എന്താണെന്ന് അറിയാമോ? എനിക്ക് ഒരു മാനേജ്മെന്റ് പഠിക്കാൻ താല്പര്യം തോന്നി. അപ്പൊ അദ്ദേഹം നേരെ പോയി മാനേജ്മെന്റിന് അപ്ലൈ ചെയ്തത് ഈ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ബാംഗ്ലൂരിലാണ്. ബാംഗ്ലൂരിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അഡ്മിഷൻ കിട്ടി. അദ്ദേഹം മാനേജ്മെന്റ് പഠിക്കാൻ പോയി. ഒരു ദിവസം വൈകിട്ട് എന്ത് ചെയ്തെന്ന് അറിയാമോ? ഞാൻ ചിന്തിച്ചത് ഇങ്ങനെയാണ്. വളരെ നമ്മൾ നാട്ടിൻപുറത്തുനിന്ന് പോയിട്ട് ബാംഗ്ലൂരിലെ ഫുഡ് ഇഷ്ടപ്പെടാതിരിക്കാം. ഒരു ദിവസം പുള്ളി ഇങ്ങനെ വെറുതെ യാത്ര ചെയ്തു. നേരെ ബാംഗ്ലൂരിന്റെ ഔട്ട്സ്കേഴ്സിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ ചുമ്മാ ബസ് ഇറങ്ങി കഴിഞ്ഞപ്പോൾ അവിടെ കുറെ നാട്ടുകാർ ചുമ്മാ ഇരിക്കുന്നുണ്ട്. ആ നാട്ടുകാരുടെ അടുത്ത് ഈ പറയുന്ന ID ഫുഡ് പ്രോഡക്ട്സിന്റെ ഫൗണ്ടർ ചോദിച്ചു, നിങ്ങൾക്ക് ഇന്ന് വേറെ വർക്കൊന്നുമില്ല, ഇതെന്താ ഇങ്ങനെ ഫ്രീ ആയിരിക്കുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞ എന്താണെന്ന് അറിയാമോ? ഞങ്ങൾക്ക് അവിടുത്തെ ആൾക്കാർ പറഞ്ഞു ജോലി ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ വെറുതെ ഇരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മുസ്തഫ തോന്നി, നിങ്ങൾക്ക് ചെറിയ ജോലി ചെയ്യാമോ? ഞാനൊരു കാര്യം സജസ്റ്റ് ചെയ്താൽ ചെയ്യാമോ എന്ന് ചോദിച്ചു. എന്താ സജസ്റ്റ് ചെയ്തതെന്ന് അറിയാമോ? നിങ്ങളെ ഒരു തട്ടുകട സ്റ്റാർട്ട് ചെയ്യാമോ? അപ്പൊ അവർ പറഞ്ഞു തട്ടുകട സ്റ്റാർട്ട് ചെയ്യാനുള്ള സാമ്പത്തിക ശേഷിയില്ല. അപ്പൊ പുള്ളി എന്താന്ന് പറഞ്ഞതെന്ന് അറിയാമോ? നിങ്ങൾ തട്ടുകട തുടങ്ങി കഴിഞ്ഞാൽ അതിന് വേണ്ടുന്നുള്ള എല്ലാ റോ മെറ്റീരിയൽസ് ചിലപ്പോൾ അരിയായിരിക്കാം, ചിലപ്പോൾ മാവായിരിക്കാം, പഞ്ചസാര ആയിരിക്കാം, പാലായിരിക്കാം, എണ്ണയായിരിക്കാം. ഈ ഐറ്റംസ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് തരാം. നിങ്ങൾ അത് വെച്ച് ബിസിനസ് ചെയ്തിട്ട് അന്ന് വൈകിട്ട് നിങ്ങൾ ഞാൻ പോകുന്നതിന് മുന്നേ വൈകിട്ട് ഞാനൊരു റൗണ്ട് വരാം. ആ സമയത്ത് നിങ്ങളുടെ മാവ് തീർന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കാശ് തരിക, മാവ് തീരാതിരിക്കുന്നുണ്ടെങ്കിൽ ആ മാവ് തിരിച്ചു തരിക, ഞാൻ അത് തിരിച്ച് എടുത്തോളാം, നിങ്ങൾ കാശും തരണ്ട. അങ്ങനെ ഒരു ബിസിനസ് മോഡൽ പറഞ്ഞു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന IIM അഹമ്മദാബാദ്, IIM ബാംഗ്ലൂർ, ഇത് രണ്ടും ഏറ്റവും ടോപ്പ് മോസ്റ്റ് മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്. ഈ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് ഇതുപോലെയുള്ള ചെറിയ വർക്കിനെ കുറിച്ചാണ് തോന്നിയത്. പക്ഷെ എന്ത് സംഭവിച്ചെന്നറിയാമോ? ഈ കോഴ്സിന്റെ ഭാഗമായിട്ടുള്ള കരിക്കുലം പ്രോജക്റ്റിന്റെ ഫൈനൽ ഇയർ തീസിസ് സബ്മിറ്റ് ചെയ്തത് ഈ കിട്ടിയ ഡേറ്റാബേസിന്റെ ഔട്ട്പുട്ടാണ്. മാവ് സപ്ലൈ ചെയ്യുന്നു, അതിന്റെ ഡേറ്റ എടുക്കുന്നു, അപ്പോൾ അതിന്റെ ചേഞ്ചസ് എടുക്കുന്നു, അത് അനലൈസ് ചെയ്യുന്നു. അങ്ങനെ ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി എക്സാക്ട് ഡേറ്റ വെച്ചിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വളരെയധികം അപ്രിസിയേഷൻ കിട്ടി. ഈ അപ്രിസിയേഷൻ കിട്ടിക്കഴിഞ്ഞ് കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മുസ്തഫയ്ക്ക് ജോലി കിട്ടിയെങ്കിലും മുസ്തഫയ്ക്ക് ഒരു ചെറിയ മോഹം എന്താണെന്ന് അറിയാമോ? ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ ഈ ജോലി കിട്ടി, കമ്പനി സ്റ്റാർട്ട് ചെയ്തു. ആ കമ്പനിയുടെ പേര് ID ഫുഡ് പ്രോഡക്ട്സ് എന്നാണ്. ഈ ID ഫുഡ് പ്രോഡക്ട്സ് ചെയ്യുന്നത് ദോശമാവും ഇഡ്ഡലി മാവും വട ബാറ്ററൊക്കെ സെയിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. അവരുടെ ഇന്നത്തെ അസറ്റ് എത്രയാണെന്ന് അറിയാമോ? 700 കോടി രൂപയിൽ കൂടുതലാണ് ഈ പറയുന്ന ID ഫുഡ് പ്രോഡക്ട്സ് എന്ന കമ്പനിയുടെ അസറ്റ്. ഞാൻ ആദ്യം തുടങ്ങിയപ്പോൾ പറഞ്ഞില്ലേ, ഈ ദോശമാവ് പോളിത്തീൻ കവറിൽ വാങ്ങിക്കൊണ്ട് പോയി അടുത്ത ദിവസം വീട്ടിൽ വെച്ച് ദോശ ചുട്ട് കഴിഞ്ഞ സമയത്ത് എന്റെ മനസ്സിൽ ഒരു ബിസിനസ് ഐഡിയ ഉണ്ടായില്ല. എന്റെ മനസ്സിൽ ബിസിനസ് ഐഡിയ ഉണ്ടാകാതിരിക്കാനുള്ള 2 റീസൺ ആണ് ഉണ്ടായിരുന്നത്. ഒന്ന്, ആ ഏരിയയിലെ അങ്ങനെ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കാൻ എന്റെ മനസ്സിലൊന്നുമില്ലായിരുന്നു.
ഇത് ദോശമാവ് ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആക്കി എടുക്കാൻ സാധിക്കുമോ? ദോശമാവ് ഒരു ബിസിനസ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്കി മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ വീട്ടില് ഒരു മെഴ്സിഡസ് ബെൻസ് കാർ വാങ്ങുന്ന രീതിയിലുള്ള ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ഡെവലപ്പ് ചെയ്യുന്നതിനെ കുറിച്ചൊന്നും സ്വപ്നം കാണാൻ എനിക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷെ ഞാനെന്ന് പറയുന്ന വ്യക്തിയും ഈ മുസ്തഫ എന്ന് പറയുന്ന വ്യക്തിയും തമ്മിലുള്ള വ്യത്യാസം ഈ 16 മിനിറ്റ് വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഞാന് ഇന്ന് എന്റെ കുട്ടിക്കാലത്ത് ദീപാവലിക്കും ക്രിസ്മസിനും ഓണവും പോലെയുള്ള സ്പെഷ്യൽ ഡേയ്സിന് മാത്രമാണ് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ടിഫിൻ കഴിക്കാൻ കിട്ടിയിരുന്നത്. അതുപോലെ തന്നെ ഞാൻ 3 നേരം ആഹാരം കഴിച്ചിരുന്നത് വളരെ ലക്ഷറിയുടെ ഭാഗമായിട്ടാണ് എന്റെ കുട്ടിക്കാലത്ത് കണ്ടിരുന്നത്. ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്ത് സ്കൂളിൽ കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് പോകുമായിരുന്നു. അങ്ങനെ ഭയങ്കര ആഗ്രഹമായിട്ട് പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് NIT അഡ്മിഷൻ കിട്ടി കഴിഞ്ഞിട്ട് ഞാൻ ഇലക്ട്രോണിക്സ് പഠിച്ചു കഴിഞ്ഞിട്ട് എന്താ ചെയ്യുന്നത്, മാനേജ്മെന്റ് പഠിക്കാൻ വന്നു. ഞാൻ മാനേജ്മെന്റ് IIM ബാംഗ്ലൂരിലെ മാനേജ്മെന്റ് പഠിക്കുന്ന സമയത്ത് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ കേസ് സ്റ്റഡീസ് ആണ് ഞാൻ പഠിക്കുന്നത്. അപ്പോൾ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയെ കുറിച്ച് വലിയ എക്സൈറ്റ്മെന്റ് ആയിരുന്നു എന്റെ മനസ്സിൽ. പക്ഷെ ഇന്നത്തെ എക്സൈറ്റ്മെന്റ് എന്താണെന്ന് അറിയാമോ? ഇന്ന് ഞാൻ ഒരു കാലത്ത് ലോകത്തിന്റെ കേസ് സ്റ്റഡി എന്ന് വിചാരിച്ചിരുന്ന ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു കേസ് സ്റ്റഡി ആയിട്ട് എനിക്ക് വന്ന് നിൽക്കാൻ സാധിക്കും. ഗസ്റ്റ് ലെക്ചറിന് പോയ സമയത്ത് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായ ഒരു ചിന്താഗതി എന്താണെന്ന് അറിയാമോ? അദ്ദേഹം പറയുന്നുണ്ട്, ഇന്നത്തെ ദിവസം ഈ ലോകത്തെ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള മനുഷ്യൻ എന്റെ ഫാദറാണ്. കാരണം എന്താണെന്ന് അറിയാമോ? ഞാൻ പഠിത്തം കഴിഞ്ഞിട്ട് ജോലി കിട്ടിയ ആദ്യത്തെ മാസത്തെ ശമ്പളം കൊണ്ട് എന്റെ അപ്പന്റെ കയ്യിൽ കൊടുക്കുന്ന സമയത്ത് എന്റെ അപ്പന്റെ കണ്ണിൽ നിന്നൊഴുകിയ സന്തോഷാശ്രുക്കൾ കാണാൻ ഭാഗ്യം ജനിച്ച മനുഷ്യനാണ് ഞാൻ. അതുകൊണ്ട് അന്ന് ഞാൻ പഠിക്കുന്ന സമയത്ത് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ കേസ് സ്റ്റഡീസ് എന്റെ റിസർച്ച് എന്റെ കേസ് സ്റ്റഡി ആയിരുന്നെങ്കിൽ ആ ലോകത്തെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റികളിൽ ഒന്നായ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ ഇന്നൊരു കേസ് സ്റ്റഡി ആയിട്ട് അന്ന് ഫുഡ് കഴിക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു ഡെയിലി കർഷകന്റെ മകൻ പോയി നിൽക്കുന്നത് ഒരു അപ്പൻ കാണുന്ന വിഷ്വൽ മീഡിയയിലൂടെ കാണുന്ന സമയത്ത് ആ അപ്പൻ ഉണ്ടാകുന്ന സന്തോഷം എനിക്ക് ഇന്ന് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ചിന്തിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് എക്സാക്ട്ലി നമ്മുടെ മോഹം എന്ന് പറയുന്ന സാധനം. അങ്ങനെ ഒരു മനസ്സിൽ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരെ കണക്ട് ചെയ്ത് നമ്മുടെ ചുറ്റുപാടുകളെ കുറിച്ചൊന്ന് ചുമ്മാതെ ചിന്തിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകും. ഞാൻ ഒരുപക്ഷെ നിങ്ങളുടെ കരിയറിനെ ഓണ്ടർപ്രണർഷിപ്പ് അല്ലെങ്കിൽ ബിസിനസ് സ്റ്റാർട്ടപ്പ് രീതിയിൽ എല്ലാവർക്കും പോകാൻ സാധിച്ചില്ലെങ്കിൽ പോലും നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഈ വെറും ഉഴുന്നുവട ഉണ്ടാക്കുന്ന കാര്യത്തില് ഈ കുരുമുളകോ അതല്ലെന്നുണ്ടെങ്കിൽ ഉള്ളിയോ അല്ലെങ്കിൽ കറിവേപ്പിലയോ ഇടുന്നത് എങ്ങനെയാണ് എന്നും ഒരു ബാറ്റർ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ ബാറ്റർ ഉപയോഗിക്കാതെ അത് കളഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വടയുടെ മാവിന്റെ അംശം അതിനകത്ത് ചേർന്നിരിക്കും, അത് നഷ്ടപ്പെട്ടു പോകുമല്ലോ, അല്ലെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് വേസ്റ്റ് ഉണ്ടാവുമല്ലോ, ഈ പ്ലാസ്റ്റിക് വേസ്റ്റിന്റെ കോസ്റ്റ് കൂടെ പ്രോഡക്റ്റിന് കൂടുമല്ലോ. ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സംഭവം എന്താണെന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെ റിയലിസ്റ്റിക് ആയിട്ട് ചിന്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ വെഹിക്കിൾ ഉണ്ടാക്കിയോ അല്ലെങ്കിൽ സ്പേസിലേക്ക് സ്പേസ് എക്സ് അയച്ചതുപോലെ നമുക്ക് ഡെവലപ്മെന്റ് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് ചിന്തിക്കുന്നത് പോലെ തന്നെ ഡിജിറ്റൽ വേൾഡിനെ കുറിച്ച് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചിന്തിക്കാൻ പറ്റും. എന്റെ വീട്ടില് എന്താ പറയാ വാഴ കൃഷിയുണ്ട്. ആ വാഴ കൃഷി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ലക്ഷ്മി എന്ന് പറയുന്ന ഒരു സ്റ്റുഡന്റ് നമ്മുടെ MG യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്നു. പുള്ളിക്കാരുടെ വീട്ടിലെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? പുള്ളിക്കാരുടെ വീട്ടിൽ കുറെ വാഴത്തോട്ടം ഉണ്ടായിരുന്നു. പാലക്കാടാണ് പുള്ളിക്കാരുടെ വീട്. വാഴത്തോട്ടം ഉണ്ടായിരുന്നു. ഈ വാഴത്തോട്ടത്തിൽ അവര് ചെയ്തിരുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗാനിക് ആയിട്ട് കൃഷി ചെയ്തിട്ട് ആ വാഴ ഇതെടുത്തിട്ട് കായ എടുത്തിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കാൻ തുടങ്ങി. നല്ല ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ബിസിനസ് ചെയ്യുന്ന സമയത്ത് പ്രശ്നം എന്താണെന്ന് അറിയാമോ? ഈ വാഴക്കയുടെ തോൽ എടുത്തിട്ട് ഡിസ്പോസ് ചെയ്യുക എന്നുള്ളത് വലിയ പ്രശ്നമായി. ഒരുപാട് വന്നു കഴിയുന്ന സമയത്ത് ഈ ഡിസ്പോസ് ചെയ്യുക എന്നുള്ളത് പ്രശ്നമായി. അതിന്റെ ഒരു ഡിസ്പോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ കൊച്ചു വായിച്ചു കഴിഞ്ഞ സമയത്ത് ഇതിനകത്ത് ഒരു ഫൈബർ അവൈലബിൾ ആണ്. ഈ ഫൈബർ ശരിക്കും പറഞ്ഞ വാഴപ്പഴത്തിന്റെ തൊലിയിലുള്ള ഫൈബർ ബോഡിക്ക് ഒരുപാട് സ്പെഷ്യാലിറ്റീസ് തരുന്ന ഒരു ഫൈബറാണ്. ആ കൊച്ചി എന്താ ചെയ്യുന്നത്, ഇതൊരു പക്ഷെ വായിച്ചു കഴിഞ്ഞപ്പോൾ ഈ വേസ്റ്റ് വന്നു. ഈ വേസ്റ്റ് എന്ത് ചെയ്യണമെന്നുള്ളതിനെ റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് റിസർച്ച് ആർട്ടിക്കിൾസ് വായിച്ചപ്പോഴായിരിക്കും കൊച്ചിന് ആ ഒരു ഐഡിയ കിട്ടിയത്. അതെന്താ ചെയ്യുന്നറിയാമോ? നേരെ കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ് ടെക്നോളജി ആൻഡ് എൻവയോൺമെന്റിൽ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു. എനിക്ക് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ട്, ഇതിനകത്ത് ഇന്ന ഒരു ഫൈബർ ഉണ്ട്, ആ ഫൈബർ മനുഷ്യന് കഴിച്ചു കഴിഞ്ഞാൽ മനുഷ്യന് പുസ്റ്റൊമക്കിലെ അസുഖങ്ങൾ അങ്ങനെ കുറെ സാധനങ്ങൾ മാറും എന്ന ഒരു ആർട്ടിക്കിൾ വായിച്ചു. അതിന്റെ ബേസിസിൽ വാഴപ്പഴത്തിൽ നിന്ന് ഞാൻ ആ ഫൈബർ എക്സ്ട്രാക്ട് ചെയ്ത് ഒരു ബിസ്ക്കറ്റ് ഉണ്ടാക്കാൻ പോകുന്നു.
ഇനി ഈ ഫൈബർ എക്സ്ട്രാക്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് അറിയാമോ? ശരിക്കും ഞാൻ അത് കണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിപ്പോയി. ആ ഫൈബർ വാഴപ്പഴത്തിന്റെ തൊലിയെ കഴുകി ചുമ്മാതെ കൈകൊണ്ട് കഴുകി അതിനകത്ത് മൈന്യൂട്ട് ആയിട്ടുള്ള ഫൈബർ ഐഡന്റിഫൈ ചെയ്തു. ആ ഫൈബർ എടുത്തിട്ട് ബിസ്ക്കറ്റിൽ ആഡ് ചെയ്ത് ബിസ്ക്കറ്റ് ഡെവലപ്പ് ചെയ്തു. ആ ബിസ്ക്കറ്റിന് ഇന്ന സ്പെഷ്യാലിറ്റി ഉണ്ടെന്ന് പ്രതിയാൻ പറ്റി. ആ കൊച്ചിന് 2 വർഷത്തേക്കാണോ 1 വർഷത്തേക്കാണോ ഈ റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു എമൗണ്ട് ഗ്രാൻഡ് കൗൺസിൽ ഫോർ സയൻസ് ടെക്നോളജി ആൻഡ് എൻവയോൺമെന്റ് കൊച്ചി കൊടുത്തിരുന്നു. ആ റിസർച്ചിന്റെ ഭാഗമായിട്ടാണ് അപ്പൊ ഞാൻ എന്താണെന്ന് പറയുന്നത്, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ചെറിയ പ്രോബ്ലംസ്, അതിന് ഹാർഡ്വെയർ അല്ലെങ്കിൽ ഫുഡ് റിലേറ്റഡ് പ്രോബ്ലംസ് തന്നെ വേണമെന്ന് നിർബന്ധമില്ല. നമ്മുടെ നാട്ടിൻപുറത്തുള്ള സ്പെഷ്യാലിറ്റീസ് ആയിട്ട് കുറെ നല്ല തട്ടുകടകളുണ്ട്, നല്ലൊരു സലൂൺ ഉണ്ട്, നല്ല ഫ്രൈഡ് ഐറ്റംസ് ഉണ്ടാക്കുന്ന അമ്മമാരുണ്ട്. ഒരു 5 പേരെ നമുക്ക് കണക്ട് ചെയ്തിട്ട് ഇവരുടെ പ്രോഡക്റ്റിന് ഒരു ബ്രാൻഡ് പേര് കൊടുത്തിട്ട് എന്താ പറയാ, ഞാൻ കാഞ്ഞിരപ്പള്ളി ഫ്രൈസ് എന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം കൊടുത്തിട്ട് അതിനൊരു ലോഗോയൊക്കെ വെച്ചിട്ട് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്തിട്ട് ഒരു പോർട്ടൽ ഡെവലപ്പ് ചെയ്ത് അവരുടെ ബിസിനസിനെ ഒരു പടി മുന്നിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എത്തിപ്പറ്റാൻ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ വേറെ ഡിഫറെന്റ് ഏരിയയാണ്. ഇത് ശരിക്ക് ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നതും ഇപ്പോൾ ലോകം ക്രൈസിസിലോട്ട് നീങ്ങുന്ന സമയത്ത് ഇന്ത്യ കുറച്ചെങ്കിലും പിടിച്ചു നിൽക്കുന്നതിനുള്ള റീസൺ എന്താണെന്നറിയാവോ? ഇന്ത്യയുടെ ആൾക്കാരുടെ ബ്രെയിൻ എന്ന് പറയുന്നത് പ്രാക്ടിക്കലി കണക്റ്റഡ് ആണ്. നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വളർന്നു വരുന്ന സമൂഹമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്ട്രഗിൾസിൽ നിന്ന് ജീവിതം പച്ചപിടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചുറ്റുപാടുകളെ കുറിച്ച് ചിന്തിക്കുന്ന ആൾക്കാരാണ്. സ്വാഭാവികമായിട്ട് എന്നെ കേൾക്കുന്ന വിദ്യാർത്ഥികളിൽ ഒട്ടുമുക്കാൽ ആൾക്കാരും ഒരുപാട് മോഹങ്ങളുള്ള ആൾക്കാരായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ മോഹത്തിന് ഞാനൊരു ചെറിയ ഉദാഹരണം കൂടെ പറഞ്ഞാൽ മുന്നോട്ട് പോകാം. ഞാൻ നേരത്തെ പറഞ്ഞ ഐഡി ഫുഡ് പ്രോഡക്ട്സിന്റെ ഫൗണ്ടർ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സംസാരിക്കുന്ന സമയത്ത് പറയുന്നത് എന്താണെന്ന് അറിയാമോ? എന്റെ മനസ്സിൽ ഇപ്പൊ ഞാൻ വീഡിയോ കാണുന്ന സമയത്ത് 35 വയസ്സൊക്കെ ഉണ്ടാകുമായിരിക്കാം എന്നാണ് എനിക്ക് വീഡിയോയിലെ ഫേസ് കണ്ടിട്ട് മനസ്സിലാകുന്നത്. 35 വയസ്സുള്ള വ്യക്തിക്ക് ഒരു 7 വയസ്സ് മുതൽ 10 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളും ഉണ്ടാകാതിരിക്കാം എന്ന് ഞാൻ ചിന്തിക്കുന്നു. ഇത് ഞാൻ എന്റെ അസംഷനാണ്. പക്ഷെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി പ്രസംഗിക്കുന്ന സമയത്ത് മുസ്തഫ പറയുന്ന കാര്യം എന്താണെന്ന് അറിയാമോ? ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്ന സമയത്ത് എന്റെ പേരക്കിടാങ്ങളെ എന്റെ ദേഹത്ത് കയറി കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് എന്റെ വിജയഗാഥ പറഞ്ഞു കൊടുക്കുന്നതിനെ കുറിച്ചിട്ടാണ് ഞാൻ ചിന്തിക്കുന്നത്. ഞാൻ ഇതിനൊരു വേറൊരു പിക്ചറിൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ രാവണപ്രഭു സിനിമ കണ്ടിട്ടുള്ള ആൾക്കാരുണ്ടോ? അതിനകത്ത് ആരെങ്കിലും മോഹൻലാലിന്റെ രാവണപ്രഭു സിനിമ കണ്ടിട്ടുണ്ടോ? യെസ്, കണ്ടിട്ടുണ്ട്. ഈ രാവണപ്രഭു സിനിമയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ? രാവണപ്രഭു സിനിമയില് കാർത്തികേയൻ എന്ന് പറയുന്ന യങ് ജനറേഷനും നീലകണ്ഠൻ എന്ന് പറയുന്ന ഓൾഡ് ജനറേഷനും, അപ്പനും മകനും. അമ്മ മരിച്ചുപോയി കഴിഞ്ഞ് കാർത്തികേയൻ ഹോസ്പിറ്റലൊക്കെ അടിച്ച് തകർത്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഈ അപ്പൻ നീലകണ്ഠൻ എന്ന് പറയുന്ന മോഹൻലാൽ ചാരി കസേരയിൽ കിടക്കുന്ന ഒരു സീന് വെറുതെ ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. അതുപോലെ ആ സീനില് ഈ പറയുന്ന മുസ്തഫ കിടക്കുകയും മുസ്തഫയുടെ കുഞ്ഞ് 7 വയസ്സോ 10 വയസ്സോ പ്രായമുള്ള കുട്ടികളെ കുറിച്ചല്ല മുസ്തഫ ചിന്തിക്കുന്നത്. അവരുടെ മക്കള് എന്ന് പറഞ്ഞാൽ മുസ്തഫയുടെ കൊച്ചുമക്കള് അപ്പോഴും വന്ന് അപ്പൂപ്പന്റെ ദേഹത്ത് കയറി കളിക്കുന്ന സമയത്ത് ഞാൻ ശരിക്കും സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഐഡി ഫുഡ് പ്രോഡക്ട്സ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് സ്ട്രഗിൾസ് ഫേസ് ചെയ്തു. ഞാൻ അതൊക്കെ വളരെ വിദഗ്ധമായിട്ട് ഞാൻ ആലോചിച്ചു. എന്റെ വീട്ടിൽ ഈ ഒരു മാവ് യൂസ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് ഞാൻ പ്രോബ്ലം ഫേസ് ചെയ്യുന്നതെന്നൊക്കെ ചിന്തിച്ചു. അതിന്റെ ബേസിസിൽ ആ പ്രോബ്ലം സോൾവ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ഞാനിപ്പോ 700 കോടി രൂപ അസറ്റ് ഉള്ള ഒരു കമ്പനിയുടെ ഫൗണ്ടർ ആണ് എന്ന ലെവലിലേക്ക് ചിന്തിക്കാൻ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സംസാരിക്കുന്ന സമയത്ത് ഒരു വ്യക്തിക്ക് സാധിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തോട്ടാണ് ഇന്ത്യൻ യുവത്വത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ സെക്കൻഡ് ലാസ്റ്റ് ടൈം ജോ ബൈഡനും അമേരിക്കൻ പ്രസിഡന്റ് ഇലക്ഷനിൽ ഡൊണാൾഡ് ട്രംപും ജോ ബൈഡനും തമ്മിലുള്ള ഇലക്ഷനിൽ ഡൊണാൾഡ് ട്രംപ് തോൽക്കുകയും ജോ ബൈഡൻ ജയിക്കുകയും ചെയ്തു. ജോ ബൈഡൻ അതിനു മുന്നേ ഹൗഡി മോഡിയും അതുപോലുള്ള പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്ത് ഡൊണാൾഡ് ട്രംപിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത കൺട്രിയാണ് ഇന്ത്യ. എന്നിട്ട് പോലും ഇലക്ഷൻ കഴിഞ്ഞ സമയത്ത് ജോ ബൈഡന്റെ അനൗൺസ്മെന്റ് എന്താണെന്ന് അറിയാമോ? ജോ ബൈഡൻ പറഞ്ഞത് വി വിൽ കീപ് ക്ലോസ് റിലേഷൻഷിപ്പ് വിത്ത് ഇന്ത്യയുമായിട്ട് ക്ലോസ് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യും എന്ന് പറയാനുള്ള റീസൺ എന്താണെന്ന് അറിയാമോ? ഇന്ത്യയുടെ പാരമ്പര്യത്തിന് ഇന്ത്യൻ പ്രാക്ടിക്കലി കണക്ട് ചെയ്ത്
ഈ അസ്ട്രോണമി ഭയങ്കര വലിയ ശാസ്ത്ര വിഭാഗമായിരുന്നു. സൂര്യനെ കുറിച്ചും ചന്ദ്രനെ കുറിച്ചും ഗ്രഹങ്ങളെ കുറിച്ചും ഒക്കെ ഉള്ള അന്ന് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്ന ഡേറ്റാബേസിന്റെ പകുതി പോലും ഇന്ന് നാസയ്ക്കോ ISROയ്ക്കോ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല എന്ന ലിറ്ററേച്ചറുകൾ ഞാൻ വായിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയധികം വലിയ ബ്രെയിൻ പവർ ഇന്ത്യക്ക് ഉണ്ടായിരുന്നു. പ്രാക്ടിക്കലി കണക്ട് ചെയ്തു. ഞാൻ ഈ നളന്ദയും തക്ഷശിലയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്താണെന്ന് അറിയാമോ, അന്ന് സൂര്യനെയും ചന്ദ്രനെയും ഡിപ്പെൻഡ് ചെയ്ത മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റൂ. രാത്രിയും പകലും അതുപോലെയുള്ള കാലവർഷം അല്ലെങ്കിൽ മൃഗങ്ങളുടെ അറ്റാക്കും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന നേച്ചറിനെ 100% ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാൻ സാധിക്കും എന്നുള്ളത് കൊണ്ട് ആ ഏരിയയിൽ റിസർച്ച് നടത്തി ലോകത്ത് തന്നെ ഏറ്റവും പ്രമുഖമായ കൺട്രിയായിട്ട് വളർന്നു വന്നു എന്നുള്ളതാണ്. ഇനി നമ്മൾ മുന്നോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? മുഗൾ സാമ്രാജ്യം ഇന്ത്യ ഭരിക്കുന്ന സമയത്ത്, ഇന്ത്യൻ ഉപഭൂഖണ്ഡം ഭരിക്കുന്ന സമയത്ത് ഗ്ലോബൽ GDP ഗ്ലോബൽ ഇൻകത്തിന്റെ 32% ജനറേറ്റ് ചെയ്യുന്ന എന്റെ നാട്ടിൽ നിന്നാണ്. അതിന്റെ ഔട്ട്പുട്ടാണ് ഒരുപക്ഷെ ഈ പറയുന്ന താജ്മഹലും റെഡ് ഫോർട്ടും, ഡൽഹിയിലെ റെഡ് ഫോർട്ടും ആഗ്ര ഫോർട്ടും ഫത്തേപൂർ സിക്രി അല്ല. ഈ അന്ന് ഒരു രാജാവായിരുന്നു ഷാജഹാൻ. നിങ്ങൾക്ക് കേൾക്കാം, മുംതാസിന്റെ ഹസ്ബൻഡ് ഷാജഹാൻ. മുംതാസ് മരിച്ചു പോയി കഴിഞ്ഞ സമയത്ത് അന്ന് വിലാപയാത്രയ്ക്ക് 18 ലക്ഷം ആൾക്കാർ പങ്കെടുത്തു എന്നുള്ളതാണ്. ഈ 18 ലക്ഷം ആൾക്കാർക്കും ഓരോ സ്വർണ്ണ നാണയം ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി അന്നത്തെ ഇന്ത്യൻ രാജാവിന് സാധിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് ഇന്ത്യ എന്ന് ചുമ്മാതെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ മതി. ഇനിയും മുന്നോട്ട് യാത്ര ചെയ്യുകയാണെങ്കിൽ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് അറിയാമോ? ഇന്നത്തെ അമേരിക്കയിലെ ബിഗ്ഗസ്റ്റ് കമ്പനികൾ, സുന്ദർ പിച്ചൈയാകട്ടെ സത്യ നദല ആകട്ടെ, സുന്ദർ പിച്ചൈ ഗൂഗിളിന്റെ CEO, സത്യ നദല മൈക്രോസോഫ്റ്റിന്റെ CEO, ബിഗ്ഗസ്റ്റ് കമ്പനികളുടെ പലതിന്റെ ഹെഡായിട്ട് വർക്ക് ചെയ്യുന്നത് ഇന്ത്യൻ ബ്രെയിൻ ആണെന്നുള്ളതാണ്. അമേരിക്കയിലെ 34% ഡോക്ടേഴ്സ്, 34% എഞ്ചിനീയേഴ്സ് ഇന്ത്യൻ ഒറിജിനൽ ആയിട്ടുള്ള ആൾക്കാരാണ്. അമേരിക്ക എന്ന് പറഞ്ഞാൽ US, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലെ 30% മെഡിക്കൽ ഡോക്ടേഴ്സ് ഇന്ത്യക്കാരാണ്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് അറിയാമോ? പണ്ട് അമേരിക്ക ഇന്ത്യയിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് ഒരു സീ റൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സമുദ്ര സഞ്ചാരികൾ ഇറങ്ങിത്തിരിച്ച് ബൈ മിസ്റ്റേക്ക് ആണ് അമേരിക്ക കണ്ടുപിടിക്കപ്പെട്ടത്. ക്രിസ്റ്റഫർ കൊളംബസ് ഇന്ത്യയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ട്രൈ ചെയ്തത്. പക്ഷേ ക്രിസ്റ്റഫർ കൊളംബസ് അമേരിക്ക ചെന്നെത്തി എന്നുള്ളതേ വാസ്തവമുള്ളൂ. അന്നത്തെ ചരിത്രം മുതൽ ഇന്നിന്റെ ചരിത്രം വരെ ആലോചിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന ഏറ്റവും വലിയ പവർ എന്താണെന്ന് അറിയാമോ? ഇന്ത്യക്ക് ഇന്ത്യയുടേതായ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു അന്നും ഇന്നും. ആ പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത് എന്താണെന്ന് അറിയാമോ? നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ജീവിച്ച് മുന്നോട്ട് വരുന്ന ആൾക്കാരായതുകൊണ്ട് നമ്മുടെ ചുറ്റുവട്ടത്തെ കണക്ട് ചെയ്ത് ചുമ്മാതെ തിങ്ക് ചെയ്യാനൊരു കപ്പാസിറ്റി നമുക്കുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് അറിയാമോ? ഈ ചിന്ത ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഇഷ്യൂസിനെ കണക്ട് ചെയ്ത് ചിന്തിക്കുകയും അതിനെ ബേസ് ചെയ്തിട്ട് നല്ല സ്വപ്നങ്ങൾ കാണാൻ, ആഗ്രഹങ്ങൾ കാണാൻ ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ ID ഫുഡ് പ്രോഡക്ട്സിന്റെ ഫൗണ്ടറായ മുസ്തഫയ്ക്ക് സ്വപ്നങ്ങൾ കാണാൻ സാധിച്ചത് കൊണ്ട് അച്ചീവ് ചെയ്തത് വെറും മാവ് വിറ്റ്, അരിമാവും ദോശമാവും ഇഡലി മാവും ഒക്കെ വിറ്റിട്ട് ഇച്ചിരി കാശ് ഉണ്ടാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓർത്ത് നോക്കി നമുക്ക് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റി ഉണ്ടാകുമെന്ന്. ഞാൻ ഇതിനകത്തോട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയാം. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? നിങ്ങൾ ഇന്ന് മുതൽ തന്നെ നിങ്ങളുടെ റെസ്യൂമെ എഴുതാൻ വേണ്ടി ശ്രമിച്ചു നോക്കുക. നിങ്ങളുടെ പ്രൊഫൈൽ, ബയോഡേറ്റ എഴുതാൻ വേണ്ടി ശ്രമിച്ചു നോക്കുക. നമ്മൾ മെക്കാനിക്കൽ എഞ്ചിനീയർ ആയാലും ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ ആയാലും ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയാലും, ഞാൻ മുസ്തഫയുടെ എക്സാമ്പിളും ഈ വട ബാറ്ററും നിങ്ങളോട് പറയാൻ പ്രത്യേക കാരണമുണ്ട്. മുസ്തഫ എന്ന് പറയുന്നത് കേരളത്തിലെ അന്നത്തെ ഏക നാഷണലൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയ ഇന്ത്യൻ റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിൽ അല്ലെങ്കിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ അഡ്മിഷൻ കിട്ടി ഇലക്ട്രോണിക്സ് പഠിച്ച ആള് ചെയ്തത് എങ്ങനെ വട ഉണ്ടാക്കാന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെ ഫുഡ് ദോശമാവ് ഇഡ്ഡലി മാവ് വിൽക്കാം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാം എന്നുള്ളതാണ് ചിന്തിച്ചത്. അതുകൊണ്ട് വളരെ രസകരമായിട്ട് ഈ പറയുന്ന ചെറിയൊരു ആശയം എടുത്ത് വെച്ചിട്ട് വലിയ ബിസിനസ്സിലേക്ക് പോകാനുള്ള കാരണം എന്താ അറിയാമോ? കാരണമായിട്ട് ഞാൻ ചിന്തിക്കുന്നത്, ബാംഗ്ലൂരിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് തട്ടുദോശ കഴിക്കാൻ ഒരു മോഹം തോന്നി എന്നുള്ളതാണ്. ഇന്ന് നിങ്ങൾ പോളിടെക്നിക്കിൽ പഠിക്കുന്ന സമയത്ത് നല്ലൊരു കാർ എടുക്കാൻ ഒരു മോഹം തോന്നിക്കഴിഞ്ഞാൽ, നല്ലൊരു കാർ വാങ്ങിയിട്ട് വീട്ടിൽ ചെന്നിട്ട് അമ്മയുടെ കയ്യിൽ നിങ്ങൾ പുതുതായിട്ട് വാങ്ങിയ കാറിന്റെ കീ കൊടുക്കുമ്പോൾ സമയത്ത് ഉണ്ടാകുന്ന സന്തോഷം, അങ്ങനെ കണക്ട് ചെയ്തിട്ട് വേണം എക്സാക്ട്ലി ഇന്നോവേഷനെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇന്നോവേഷനെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, നിങ്ങളുടെ മനസ്സിൽ 1000 മോഹങ്ങൾ, ശരിക്കും ബ്ലണ്ടർ ഐഡിയാസ് ആയിരിക്കും വരുന്നത്. ഈ ബ്ലണ്ടർ ഐഡിയാസ് ഡെവലപ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റിയെ കണ്ട് പേടിച്ചിട്ടാണ് ജോ ബൈഡൻ എന്ന അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞത്, വി വിൽ കീപ് ക്ലോസ് റിലേഷൻഷിപ്പ് വിത്ത് ദ ഗ്രേറ്റ് ഇന്ത്യ.
ഈ ഗ്രേറ്റ് ഇന്ത്യ എന്ന് പറയുന്നത് നരേന്ദ്രമോദിയോ രാഹുൽ ഗാന്ധിയോ പിണറായി വിജയനോ ഒന്നും അല്ല. അല്ലെങ്കിൽ ഇവിടെയുള്ള ജിയോഗ്രാഫിക്കൽ സ്പെഷ്യാലിറ്റീസ്, ഇൻഫ്രാസ്ട്രക്ചർ, വനം, വന്യമൃഗങ്ങളൊന്നുമില്ല. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഞാനാണ്, ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമ്മളാണ്. ഇന്ത്യൻ യുവത്വത്തിന്റെ ബ്ലഡിന്റെ, ഇന്ത്യൻ യുവത്വത്തിന്റെ ചിന്താഗതിയുടെ കപ്പാസിറ്റിയാണ് റെസ്റ്റ് ഓഫ് ദ വേൾഡ് പേടിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചുമ്മാതെ വന്ന് നമ്മുടെ ചുറ്റുപാടിലുള്ള ഒരു പ്രോബ്ലത്തെ കുറിച്ച് ചിന്തിക്കാമോ? എന്റെ ഈ ഒരു സെഷനിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഔട്ട്പുട്ടായിട്ട് ആഗ്രഹിക്കുന്ന സാധനം എന്താണെന്ന് അറിയാമോ? നിങ്ങളുടെ കോളേജിൽ നിങ്ങൾക്ക് ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്യാമോ? നമ്മൾ വരുന്ന YIP എന്ന് പറയുന്ന കോൺടസ്റ്റിന്, YIP എന്ന് പറയുന്ന യങ് ഇന്നോവേറ്റീവ് പ്രോഗ്രാം എന്ന കോൺടസ്റ്റിന് 25 വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഒരു റിയലിസ്റ്റിക് പ്രോബ്ലം ഞാൻ എടുത്തിട്ട് അതിനെക്കുറിച്ച് പഠിച്ചു ചുമ്മാ ഒരു പ്രോജക്ട് സബ്മിറ്റ് ചെയ്യും. ബ്ലണ്ടർ ആണോ ഇല്ലയോ എന്നുള്ളത് ഞാൻ ചെയ്യുന്നേ ഇല്ല. ഈ 25 പ്രോജക്റ്റിൽ 5 പേർക്ക് സമ്മാനം കിട്ടിയാലുണ്ടല്ലോ, ഡിസ്ട്രിക്ട് ലെവൽ സമ്മാനം കിട്ടിയാൽ തന്നെ 25,000 രൂപ വെച്ച് കിട്ടും. ഈ 25,000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അഡിഡാസിന്റെ ഒരു ഷൂസ് വാങ്ങും, അതല്ലെന്നുണ്ടെങ്കിൽ ഞാൻ സാംസങ്ങിന്റെ ഒരു മൊബൈൽ വാങ്ങും. അങ്ങനെ ചുമ്മാ ഒന്ന് ചിന്തിക്കാൻ പറ്റും. അങ്ങനെ 25 YIP പ്രോജക്ട് സബ്മിറ്റ് ചെയ്യുന്നു. അതിനകത്ത് ഈ 25 പ്രോജക്ട് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള, നിങ്ങൾ വലിയ ഹൈഡ്രജനെ കുറിച്ചോ സ്പേസ് ഷിപ്പിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നതിനോടൊപ്പം തന്നെ ചുറ്റുവട്ടത്തുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ പ്രോബ്ലംസ് എടുത്തിട്ട് ചിന്തിക്കുകയും ആ ചിന്ത നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫുമായിട്ട് കണക്ട് ചെയ്യണം. ഡേ ടു ഡേ ലൈഫുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് വലിയ മോഹങ്ങൾ ഉണ്ടാകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്കൊരു സാംസങ്ങിന്റെ 25,000 രൂപ വിലയുള്ള മൊബൈൽ ഫോൺ വാങ്ങാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ കുറച്ചും കൂടെ രസകരമായിട്ട് പറഞ്ഞു തരട്ടെ. നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഒരു പക്ഷേ നിങ്ങളുടെ പ്രായത്തിൽ നിങ്ങളുടെ കാമുകനോ കാമുകിയായിരിക്കാം, എന്റെ പ്രായത്തിൽ എന്റെ മക്കളായിരിക്കാം, എന്റെ കുറച്ചും കൂടെ മുന്നിലാണെങ്കിൽ എന്റെ പാരന്റ്സ് ആയിരിക്കാം. നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പാരന്റ്സ് ആകാം, കാമുകിയാകാം, മക്കളാകാം. ഈ ഏതെങ്കിലും നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളിന് നിങ്ങൾ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം ഗിഫ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചാൽ എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. വിദ്യാർത്ഥികളോട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ കാമുകനോ കാമുകിക്കോ അവരിഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല സാധനം നിങ്ങളുടെ ചിന്താഗതിയുടെ, നിങ്ങളുടെ വിയർപ്പിന്റെ, നിങ്ങളുടെ ഏണിങ്സിന്റെ ഭാഗമായിട്ട് ഒന്ന് ഗിഫ്റ്റ് ചെയ്യാൻ എനിക്ക് 6 മാസത്തിനകത്ത് സാധിച്ചാലോ എന്ന് ചുമ്മാ ചിന്തിക്കാൻ സാധിക്കും. അങ്ങനെ ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? നിങ്ങൾ നേരെ അടുത്ത സലൂണിൽ, കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ നേരെ അടുത്ത സലൂണിൽ പോകും, അടുത്ത ബാർബർ ഷോപ്പിൽ പോകും. ബാർബർ ഷോപ്പിൽ ചെന്നിട്ട് അവിടെ നിന്ന് ബാർബർ ഇത് ചെയ്യുന്ന സമയത്ത് അവരോട് ചുമ്മാതെ ഇന്ററാക്ട് ചെയ്യും. എത്ര പേര് ഒരു ദിവസം വരും, നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആണോ, നിങ്ങൾ ആൾക്കാർ വന്നിട്ട് തലമുടി വെട്ടാൻ സാധിക്കാതെ തിരിച്ചു പോകാറുണ്ടോ, ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾ അവരോട് പറയുന്നത് അറിയോ? നിങ്ങളുടെ കടയിൽ ഞാനൊരു സാധനം ഡെവലപ്പ് ചെയ്ത് തരാം, ഒരു നല്ല വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്ത് തരാം, ഒരു നല്ല പോർട്ടൽ ഡെവലപ്പ് ചെയ്ത് തരാം. എന്നിട്ട് നിങ്ങൾക്ക് ബിസിനസ് കൂടുമെന്നുണ്ടെങ്കിൽ ആ ബിസിനസിന്റെ 10% എനിക്ക് 6 മാസത്തേക്ക്, അതിനപ്പുറം വേണ്ട, 6 മാസം കഴിഞ്ഞ് നിങ്ങൾ അത് ഫുൾ എടുക്കും, 6 മാസത്തേക്ക് എനിക്ക് ഒരു റോയൽറ്റി ആയിട്ട് തരാൻ പറ്റും. ചുമ്മാ ചോദിക്കുന്നേ. നമ്മുടെ നാട്ടിൻപുറത്ത് കുറെ ചെറിയ തട്ടുകടകളുണ്ട്. ആ തട്ടുകടകളെ ഒന്ന് ലൂപ്പ് ചെയ്തിട്ട് ഏറ്റവും ബെസ്റ്റ് തട്ടുകടയിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരത്തക്ക രീതിയിൽ ഒരു ഓൺലൈൻ പോർട്ടൽ ഡെവലപ്പ് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിച്ച് നോക്ക്. നമ്മുടെ നാട്ടിൻപുറത്ത് റബ്ബർ ടാപ്പ് ചെയ്യുന്ന റബ്ബർ പ്ലാന്റേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ പൈനാപ്പിൾ പ്ലാന്റേഷൻസ് ഉണ്ട്. അവരുടെ ഇതിനകത്ത് വളം ഇടുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, ലേബർ കിട്ടുന്നില്ല. അങ്ങനെയാണെങ്കിൽ വളം ഓട്ടോമാറ്റിക്കായി ഇടാൻ പറ്റുന്ന വളം എന്ന് പറഞ്ഞാൽ ഫെർട്ടിലൈസർ ഓട്ടോമാറ്റിക്കായി ഇടാൻ പറ്റുന്ന ഒരു ചെറിയ എക്യുപ്മെന്റ് ഡെവലപ്പ് ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിച്ചു നോക്ക്. നമ്മുടെ നാട്ടിൻപുറത്ത് ഇലക്ട്രിസിറ്റി കൺസംഷൻ ഭയങ്കര വലിയ പ്രശ്നമാണ്. മോട്ടർ, നമ്മുടെ എന്താ പറയാ, അയൺ ബോക്സ് ഒരുപാട് ഇലക്ട്രിസിറ്റി കൺസ്യൂം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ആ ഇലക്ട്രിസിറ്റി കൺസംഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നമ്മൾ ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ട് നിങ്ങൾ ഇറങ്ങണമെന്നൊന്നും ഇല്ല. ചുമ്മാ ചിന്തിച്ചു നോക്കിയേ. ഞാൻ ചുമ്മാ ഒരു കണക്ഷൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. നമ്മൾ ഇലക്ട്രിക് വെഹിക്കിൾസ് അവൈലബിൾ ആണ്. ഈ ഇലക്ട്രിക് വെഹിക്കിൾസിന് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്. വൈകിട്ട് കേരളത്തിൽ വരുന്നൊരു പ്രത്യേകത എന്താണെന്ന്, നടക്കാൻ പോകുന്നൊരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ? പാർക്കും മറ്റുള്ള എന്റർടൈൻമെന്റ് ഭാഗങ്ങളും ഒത്തുമുക്കാലും ഡിസൈൻ ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ വിഭാവന ചെയ്തേക്കുന്നത് കുട്ടികൾക്കും അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സിനും എന്റർടൈൻമെന്റ് കിട്ടാൻ വേണ്ടുന്ന പാർക്കുകളാണ്. അത് ലവേഴ്സ് പാർക്കാകാം, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഓടി നടന്ന് കളിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻസ് ഉള്ള പാർക്കാകാം. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? കേരളത്തിൽ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ കേരളം ഓൾഡ് ഏജുകളുടെ ആൾക്കാരായിട്ട് ഒരു സെന്ററായി മാറിക്കൊണ്ടിരിക്കുന്നു. 60 വയസ്സിന് മേളിൽ പ്രായമുള്ള 16% ആൾക്കാർ കേരളത്തിലുണ്ട്. നാഷണൽ ആവറേജ് 9 ആണ്. എന്നിട്ട് കേരളത്തിലെ യുവാക്കൾ ഒട്ടുമുക്കാലും പുറത്തുപോയി പഠിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ പുറത്ത് ജോലിക്ക് വേണ്ടി പോകുന്നു. ഇവിടെ പാരന്റ്സ് മാത്രമേ ഉള്ളൂ.
അപ്പൊ ഈ പ്രായമായ ആൾക്കാർക്ക് ക്ലബ്ബുകൾ അല്ലെന്നുണ്ടെങ്കിൽ പ്രായമായ ആൾക്കാർക്ക് പാർക്കുകൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാനൊരു ഒരു ക്ലബിന്റെ ഇതുമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അവർ പറഞ്ഞൊരു റിക്വയർമെന്റ് എന്താണെന്നറിയാമോ? സാറേ, അവർക്ക് ആരോഗ്യമുണ്ട്, പക്ഷെ എൻഗേജ്മെന്റ് ഇല്ല. അങ്ങനെയാണെങ്കിൽ ഈ പാർക്കിൽ വന്നിട്ട് ചുമ്മാതെ സൈക്കിൾ ചവിട്ടി പോകാൻ പറ്റണം. പക്ഷെ സൈക്കിൾ ചവിട്ടുന്ന സമയത്ത് അത്രയും എഫർട്ട് ഇടാനുള്ള കപ്പാസിറ്റി ഇല്ല. സർട്ടൺ പെർസെന്റേജ് ഓഫ് എനർജി ഇലക്ട്രിക് ആകുകയും ഇവരുടെ എഫേർട്ട് കുറച്ച് ഇടുകയും ഇവർക്ക് എക്സസൈസും കിട്ടണം, എൻഗേജ്മെന്റും കിട്ടണം. ആ രീതിയിൽ ഒന്ന് ചിന്തിച്ച് പ്രോജക്റ്റുകൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് അറിയാം, നിങ്ങൾ സമൂഹത്തിന് താഴെത്തട്ടിലേക്ക് ഇറങ്ങും. ഈ സമൂഹത്തിന്റെ താഴെത്തട്ടിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഞാനൊരു ദിവസം കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസിലേക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഹയർ ഒഫീഷ്യൽസ് ആരും ഇല്ല. കാരണം എന്താണെന്ന് അറിയാമോ? അവർ നേരെ സൊസൈറ്റിയിലേക്ക് ഇറങ്ങിയിരിക്കാൻ. അവർ പുതിയ ചിട്ടിക്ക് ആളിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട്. കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എന്ന് ഓർത്ത് നോക്കി, അവിടുത്തെ കണ്ടക്ടർമാർ എന്ത് സുന്ദരമായിട്ട് എന്ത് ഡീസന്റ് ആയിട്ട് ഇപ്പൊ ആൾക്കാർ ഇടപെടുന്നത്. അല്ലെങ്കിൽ അവർക്ക് സസ്റ്റൈനബിലിറ്റി ഇല്ല. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അത് പോളിടെക്നിക് ആകട്ടെ, എഞ്ചിനീയറിംഗ് കോളേജ് ആകട്ടെ, സ്കൂളിലാകട്ടെ, സിസ്റ്റംസ് കംപ്ലീറ്റ് മാറ്റി സമൂഹത്തിന്റെ റിക്വയർമെന്റിന് വേണ്ടുന്ന രീതിയിലുള്ള സിസ്റ്റം ചേഞ്ചസിനെ പറ്റി അഡ്മിനിസ്ട്രേഷനും അധ്യാപകരും അതിന്റെ ആൾക്കാരും ചിന്തിച്ചു തുടങ്ങി എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ബീയിങ് എ സ്റ്റുഡന്റ്, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് സൊസൈറ്റിക്ക് എന്ത് വേണം എന്നുള്ളതിനെ കുറിച്ച് കണക്ട് ചെയ്ത് തിങ്ക് ചെയ്ത് നല്ല മോഹങ്ങൾ ഉണ്ടാക്കി ഒരു നല്ല സ്വപ്നം വാർത്തെടുത്ത് ഒരു ഭാവി ഇന്ത്യ എന്നുള്ള രീതിയിൽ, ഭാവി ഇന്ത്യയിലെ വലിയ വളർച്ച എന്നതോടൊപ്പം തന്നെ ഭാവി ഇന്ത്യയില് എന്റെ വീട്ടില് എന്റെ കുടുംബത്തിന് ഒരു ഇമ്പോർട്ടൻസ് കിട്ടുന്ന രീതിയിൽ എന്റെ കുടുംബത്തെ ഗ്രോ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചിന്തിക്കാൻ സാധിക്കും എന്ന് നിങ്ങൾക്ക് ഇന്ന് നിങ്ങളുടെ മനസ്സിലൊരു സ്പാർക്ക് ഉണ്ടാക്കാൻ പറ്റിയാൽ അതാണ് നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ കരിയർ ഡെവലപ്മെന്റിന്റെ ഏറ്റവും നല്ല മുഹൂർത്തങ്ങളിൽ ഒന്ന് എന്ന് ചിന്തിച്ചുകൊണ്ട് താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ. നമ്മുടെ ഈ സെഷനിൽ നമുക്ക് ബഹുമാനപ്പെട്ട അധ്യാപകരൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സീനിയർ ആയിട്ടുള്ള IEDCയിലുള്ള ഫാക്കൽറ്റി മെമ്പേഴ്സ് ഒക്കെ ഉണ്ട്. അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ ചോദിക്കാം. അതിനുശേഷം കുട്ടികളുടെ സംശയങ്ങൾ ചോദിക്കാം. സർ Yes. സർ, ഞാൻ ഡോക്ടർ റിയ, ബിലീവേഴ്സിലെ IDC നോഡൽ ഓഫീസറാണ്. താങ്ക് യു ഫോർ ദ വണ്ടർഫുൾ പ്രസന്റേഷൻ. എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എന്റർപ്രണർഷിപ്പ് ആൻഡ് ഇൻട്രാപ്രണർഷിപ്പ്? ഓക്കെ, എന്റർപ്രണർഷിപ്പ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും എങ്ങനെയാ ഡിഫൈൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഹലോ ഒരു സെക്കൻഡ്. നമ്മുടെ എന്റർപ്രണർഷിപ്പിൽ നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് യൂസ് ചെയ്ത് നമുക്കൊരു പ്രത്യേകിച്ചൊരു സ്കില്ലുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു പ്രത്യേകിച്ചൊരു അംബിഷൻ ഉണ്ട്, നമുക്കൊരു പ്രത്യേകിച്ച് ഏരിയയിൽ എക്സ്പേർട്ടി ഉണ്ട് എന്ന് വെച്ചാൽ, കുറച്ചും കൂടെ ഇതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ടീം ഡെവലപ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, നല്ല ടീമിനെ വെച്ച് മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, ഒരു എക്സാമ്പിൾ മുകേഷ് അംബാനിയെ കുറിച്ച് ഞാൻ ചിന്തിക്കാറുണ്ട്. എന്തോരം ബിസിനസ് എസ്റ്റാബ്ലിഷ്മെന്റ്സ് ആണ്. ഈ ബിസിനസ് എസ്റ്റാബ്ലിഷ്മെന്റ്സിൽ ഏതെങ്കിലും ഒരു ദിവസമെങ്കിലും അദ്ദേഹത്തിന് വന്ന് കാണാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവും. പക്ഷെ അദ്ദേഹത്തിനുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? അദ്ദേഹത്തിന് ഇത് മാനേജ് ചെയ്യാനുള്ള എക്കോസിസ്റ്റം ബിൽഡ് ചെയ്ത് പാരമ്പര്യമായിട്ട് കിട്ടിയ സാധനം അതേമാതിരി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ട് ആ സ്കില്ല് എന്ന് പറഞ്ഞാൽ ഇന്ന ഏരിയയിൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാകാം. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മുകേഷ് അംബാനി എന്ന് പറയുന്നത് ഒരു പെട്രോകെമിക്കൽ ഇൻഡസ്ട്രീസിന്റെ ഫൗണ്ടറാണ്. ആ പെട്രോകെമിക്കൽ ഇൻഡസ്ട്രീസിൽ നിന്ന് നേരെ ജിയോയിലേക്ക് വരാനുള്ള ചിന്താഗതിയുടെ കണക്ടിവിറ്റി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. എന്താ കണക്ടിവിറ്റി എന്ന് അറിയാമോ?
ജിയോയിലേക്ക് വരുന്ന സമയത്ത് കമ്മ്യൂണിക്കേഷൻ കൃത്യമായിട്ട് നെറ്റ്വർക്ക് ചെയ്യാൻ പറ്റില്ല. ആ ഒരു ചിന്ത പെട്രോ കെമിക്കൽ ഇൻഡസ്ട്രീസും കമ്മ്യൂണിക്കേഷനായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. പക്ഷെ പെട്രോ കെമിക്കൽ ഇൻഡസ്ട്രീസിൽ നിന്ന് റീറ്റെയിൽ ബിസിനസ്സിലേക്ക് വരണമെങ്കിൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ ആ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് വെച്ചിട്ട് നമുക്ക് സമൂഹത്തിന്റെ റിക്വയർമെന്റ് എന്താണെന്ന് ടാപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെ സീരിയസ് ആയിട്ട് നമ്മളൊരു ചെയ്യുന്ന കാര്യത്തിനെ കുറിച്ചുള്ള സീരിയസ് ആയിട്ടുള്ള ചിന്താഗതികൾ, ഈ സീരിയസ് ആയിട്ടുള്ള ചിന്താഗതികളെ ലിങ്ക് ചെയ്തിട്ട് ഒരു ബിസിനസ് സാമ്രാജ്യം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു തോട്ടിനെ ഞാൻ ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ സാധനം തന്നെ, സ്വപ്നങ്ങളെ കണക്ട് ചെയ്യുക, ആ സ്വപ്നങ്ങളെ കണക്ട് ചെയ്തിട്ട് വിഭാവന ചെയ്ത് ബ്ലാക്ക് ഡോട്ട്സ് ഫില്ല് ചെയ്യാനുള്ള ആ ചിന്താഗതിയും ആ ഡോട്ട്സ് വെച്ചിട്ട് ബിസിനസ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും ഞാൻ എന്റേതായ ഒരു ഡെഫിനിഷനാണ് കേട്ടോ പറയുന്നത്, അത് ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇൻട്രാപ്രണർഷിപ്പ് എന്താണെന്ന് അറിയാമോ? ഇൻട്രാപ്രണർഷിപ്പിലുള്ള ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ സ്കില്ല് കമ്പാരിറ്റീവ്ലി ലെസ് ആയിരിക്കും. അപ്പോഴും മോഹം നഷ്ടപ്പെട്ടു പോകുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എനിക്ക് ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാനൊരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്, പക്ഷെ എനിക്ക് ബിസിനസ് അഡ്മിനിസ്ട്രേഷനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞാൻ പണ്ട് മുതലേ ടീമുമായിട്ട് വർക്ക് ചെയ്യാറുണ്ട്. ഞാൻ ഒരു അസംശയം പറയാണ്, പണ്ട് മുതലേ ഞാൻ ഒരു ടീമുമായിട്ട് വർക്ക് ചെയ്യാറുണ്ട്. ആ ടീമിന്റെ മോഹങ്ങളെ കണക്ട്, ആ ടീമിന്റെ ചിന്താഗതിയെ ക്രോഡീകരിച്ച് അവരെ കോർഡിനേറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി എനിക്കുണ്ട്. പക്ഷെ എനിക്ക് ടെക്നിക്കലി ഒന്നും അറിയില്ല. അങ്ങനെയാണെങ്കിൽ ആ ടീമിനെ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അവരുടെ കപ്പാസിറ്റിയെ ടാപ്പ് ചെയ്യാൻ എനിക്ക് സാധിച്ചു കഴിഞ്ഞാൽ, അവരുടെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഫുഡീസ് ആയിരിക്കും. എന്റെ ഞാൻ ഒരു വളരെ സിമ്പിൾ എക്സാമ്പിൾ, വൈകിട്ട് ഞാൻ 4-5 പേര് ഞങ്ങൾ ഒന്നിച്ചു കൂടാറുണ്ട്. ആ ഒന്നിച്ചു കൂടുന്ന ആൾക്കാരെ ഒന്നിച്ച് നെറ്റ്വർക്കിൽ ഒറ്റ ടീമായിട്ട് പിടിച്ചു നിർത്തുന്നത് എന്റെ സംസാര ശൈലിയോ അല്ലെങ്കിൽ എന്റെ കോർഡിനേഷൻ കപ്പാസിറ്റിയോ അല്ലെങ്കിൽ എന്റെ ലീഡർഷിപ്പ് കേപ്പബിലിറ്റി ആണോ എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കാം. ഇതിനകത്ത് എന്റെ കൂടെ ഉള്ള ആൾക്കാർക്കൊക്കെ കുറെ ചില പ്രത്യേകതകളുണ്ട്. നല്ല ഫുഡ് ടേസ്റ്റ് ചെയ്ത് ആ ഫുഡിനെ കുറിച്ച് കമന്റ് പറയുകയും ആ ഫുഡിന്റെ പ്രത്യേകതകൾ ചിന്തിക്കുകയും അതിന് വേണ്ടപ്പെട്ട ആൾക്കാരെ ലിങ്ക് ചെയ്യാനൊക്കെ കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അത് വെച്ചിട്ട് ഒരു 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 ഈസ്റ്റേൺ കറക്റ്റ് ഓർഡർ, ഞാൻ ആ ഒരു എക്സാക്ട്ലി അങ്ങനെയാണെന്നല്ല, ഞാനൊരു എക്സാമ്പിൾ പറയുന്നതേ ഉള്ളൂ. ഈസ്റ്റേൺ കറക്റ്റ് ഓർഡർ എന്ന് പറയുന്നത്, ഈസ്റ്റേണിന്റെ ഫൗണ്ടർ അടിമാലിയിൽ, നമ്മുടെ മൂന്നാറിന് താഴെ അടിമാലിയിൽ അവർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവർ റബ്ബർ ട്രേഡിംഗ് കമ്പനിയാണ് സ്റ്റാർട്ട് ചെയ്തത്. അവിടെയുള്ള റബ്ബർ ഷീറ്റ് അല്ലെങ്കിൽ റബ്ബർ എടുത്തിട്ട് താഴെ എറണാകുളത്തോ തൃശ്ശൂരോ കൊണ്ടുവന്ന് വിൽക്കുക എന്നുള്ളതാണ് ചെയ്തത്. പക്ഷെ അവർ ചെയ്തിരുന്ന സമയത്ത്, റബ്ബർ അല്ല, സ്പൈസസ് ട്രേഡിംഗ് ആണ് ചെയ്തത്. ഈ സ്പൈസസ് ട്രേഡ് ചെയ്ത് ഇവരൊരു പ്രോഫിറ്റ് കിട്ടുന്നുവെന്ന് അവിടുത്തെ എറണാകുളത്തും തൃശ്ശൂരിലുള്ള ബിസിനസ്സുകാർ മനസ്സിലാക്കിയപ്പോൾ അവരെന്തെന്ന് അറിയാമോ, ഒരു പുതിയ ബിസിനസ് മോഡൽ അങ്ങ് സജസ്റ്റ് ചെയ്തു. ഈ ബിസിനസ് മോഡൽ എന്താണെന്ന് അറിയാമോ, അവിടുത്തെ ഈ സ്പൈസസ് കർഷകർക്ക് 1 വർഷത്തെ കാശ് അഡ്വാൻസ് ആയിട്ട് കൊടുക്കും. അന്ന് ഈസ്റ്റേണിന് ഇത് അങ്ങനെ അഡ്വാൻസ് ആയിട്ട് കൊടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. പക്ഷെ ഇത് അങ്ങനെ വന്നു കഴിഞ്ഞ സമയത്ത് സ്വാഭാവികമായിട്ട് ഈസ്റ്റേണിന്റെ ബിസിനസ് താഴെ പോകാൻ തുടങ്ങി. അന്ന് ഈസ്റ്റേൺ എന്നുള്ള പേരായിരിക്കണമെന്നില്ല, ബിസിനസ് താഴെ പോകാൻ തുടങ്ങി. ബിസിനസ് താഴെ പോകാൻ തുടങ്ങിയപ്പോൾ ഇവർ നേരെ ബിസിനസ് ഷിഫ്റ്റ് ചെയ്തിട്ട് റബ്ബർ ട്രേഡിങ്ങിലോട്ട് വന്നു. റബ്ബർ ട്രേഡിങ്ങും വിചാരിച്ച പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാകില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവര് നേരെ പോയത്, ഒരു ദിവസം നമ്മുടെ തമിഴ്നാട്ടിൽ പൊള്ളാച്ചി പോയി കഴിഞ്ഞ സമയത്ത് അവിടെ ഈ സ്പൈസ് ചില്ലി പൊടിക്കുന്ന ഒരു മെഷീൻ കണ്ടു. ആ ചില്ലി പൊടിക്കുന്ന മെഷീൻ കണ്ടു കഴിഞ്ഞ സമയത്ത്, കേട്ടോ ഇത് നല്ല സംഭവമാണല്ലോ, ഈ ചില്ലി പൊടിച്ച് വിറ്റ് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ബിസിനസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലോ. എനിക്ക് ചില്ലി പൊടിക്കാനോ ചില്ലി വറുക്കാനോ ചില്ലിയുടെ പ്രത്യേകതകളോ സ്കില്ലോ ഒന്നുമില്ല, പക്ഷെ ചുമ്മാ ഒന്ന് വിഭാവന ചെയ്യാൻ പറ്റി, ചിന്തിക്കാൻ പറ്റി. ആ ചിന്താഗതിയെ ഞാൻ ഒന്നും കൂടെ കണക്ട് ചെയ്യാം. ഈ ചിന്താഗതി എന്നറിയാം, ഞാനാണ് ആ പൊസിഷനിൽ എന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ചിന്തിക്കുമെന്ന് അറിയോ, അന്ന് 2 ലക്ഷം രൂപയാണ് ആ മെഷീന്റെ വിലയെന്ന് തോന്നുന്നു. 2 ലക്ഷം രൂപ എടുത്തിട്ട് ഈ മെഷീൻ വാങ്ങിച്ചിട്ട് ബിസിനസ് ഫെയിലായി പോയി കഴിഞ്ഞാലോ എന്നുള്ള റീസൺ എന്താണെന്ന് അറിയാമോ? ബിസിനസ് ഫെയിലായി പോകാനുള്ള റീസൺ, 2000-3000 രൂപ കൊടുക്കുന്ന സമയത്ത് മിക്സി കിട്ടുമെന്നേ. ഈ മിക്സിയിൽ വെച്ച് ഓടിക്കാൻ പറ്റുന്ന സാധനം ഞാൻ ഈ 2 ലക്ഷം രൂപ വെച്ച് മുടക്കിയിട്ട് ചെന്നിട്ട് ഇത് ബിസിനസ് ചെയ്യാൻ പറ്റൂ? അങ്ങനെ ബിസിനസ് അത് വെച്ചിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന ചിന്തയാണ് മനസ്സിൽ ഉണ്ടാകുന്നതെങ്കിൽ അത് നമ്മുടെ ഒരു ലാക്കിംഗ് ആണ്. അതിന് പകരം നമ്മുടെ കയ്യിൽ ചില്ലി പൗഡർ ഉണ്ടാക്കുന്നതിനോ അല്ലെന്നുണ്ടെങ്കിൽ ആ ഉണ്ടാക്കിയ പൗഡർ ടെക്നിക്കലി ഫിറ്റിംഗ് ആക്കിയിട്ട് യൂസ് മാർക്കറ്റിൽ വിൽക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാൾ ഉപരി, ചിന്തിക്കുന്നതിനുള്ള കപ്പാസിറ്റി ഇല്ലെങ്കിലും അതിനെ കണക്ട് ചെയ്തിട്ട് നമുക്കൊരു സ്കില്ലുള്ള ആൾക്കാരെ ലിങ്ക് ചെയ്തിട്ട് ആ സ്കില്ലുള്ള ആൾക്കാരെ വച്ച് ആ ബിസിനസ് റൺ ചെയ്ത് സക്സസ്ഫുൾ ആക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ലേ, അതിനെ എക്സാക്ട്ലി ഇൻട്രാപ്രണർഷിപ്പ് എന്ന് പറയാം. താങ്ക് യു സർ. ഓക്കെ. എനിക്ക് തോന്നുന്നു നമ്മുടെ IEDC തന്നെ ഉണ്ടായിരുന്ന സനൽ സാർ ഉണ്ടെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ പ്രദീപ് സാർ ഉണ്ടെന്ന് തോന്നുന്നു. മറ്റ് അധ്യാപകരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. കുട്ടികളുടെ സംശയങ്ങളൊക്കെ ചോദിക്കാം, കുട്ടികൾക്കുള്ള സംശയങ്ങൾ ചോദിക്കാം.
Yes. One question, in your experience, what are the most common mistakes first time the student entrepreneurs make and how can we avoid them? മിസ്റ്റേക്ക് എന്ന് പറയണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു മുൻകൂട്ടി കാണാൻ അതൊരു ബ്ലണ്ടേഴ്സ് ആയിരിക്കും. ആ മുൻകൂട്ടി കാണാൻ അങ്ങനെ ഒരു നമ്മളിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 ലക്ഷം രൂപ കൊടുത്തിട്ട് ഒരു ചില്ലി പൊടിക്കുന്ന മുളക് പൊടിക്കുന്ന ഒരു മെഷീൻ വാങ്ങിക്കഴിഞ്ഞാൽ അതിനെ ആ വാങ്ങുന്നതിനെ കുറിച്ചും വാങ്ങിയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ബിസിനസിനെ കുറിച്ചും ചിന്തിക്കാനുള്ള കപ്പാസിറ്റി നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് ഒരു ഏറ്റവും വലിയ പ്രോബ്ലം. ഇതിനെ 2 ആസ്പെക്റ്റിൽ എടുക്കാം. ഒന്ന് ഞാൻ പറഞ്ഞതുപോലെ ബിസിനസ് ആസ്പെക്റ്റും, കോളേജിലായിരിക്കുന്ന സമയത്ത് പ്രോജക്ട് ഡെവലപ്മെന്റ് ആസ്പെക്റ്റും. പ്രോജക്ട് ഡെവലപ്മെന്റ് ഫൗണ്ടേഷൻ ആണ്, അതിൽ നിന്ന് ഗ്രാജുവലി എക്സ്പീരിയൻസ് ഏൺ ചെയ്ത് ബിസിനസ്സിലേക്ക് മാറുക എന്നുള്ളതാണ് എഡ്യൂക്കേഷൻ പീരീഡിലെ ഒരു ഇത്. ഈ എഡ്യൂക്കേഷൻ പീരീഡിൽ നമ്മൾ ബിസിനസ് പ്രോജക്ട് ഡെവലപ്മെന്റിൽ നമുക്ക് ലാക്ക് ചെയ്യുന്ന ഒരു സാധനം ടീം ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു മേജർ പ്രോബ്ലം ഒഴിവാക്കാൻ സാധിക്കുമോ? നമ്മുടെ ഇമോഷണൽ ബേസിസിലല്ലാതെ വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ടീമിനെ ഞാൻ ഇന്ന് എന്റെ കോളേജിലെ ഒരു ടീമുമായിട്ട് ഡിസ്കസ് ചെയ്യുകയുണ്ടായി. അത് ഞങ്ങൾ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അവൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോണിൽ ബോംബെ പോയി പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത ടീമാണ്. അവൻ ചെയ്തത് എന്താണെന്ന് അറിയാമോ? അവൻ എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഓരോ സ്റ്റുഡൻസിനെ എടുത്തു. ആ സ്റ്റുഡൻസിനെ എടുത്തിട്ട് ഇവന്റെ ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ അവരെ ഒന്നിച്ച് ചിന്തിച്ചു എന്നുള്ളതാണ്. അവിടെ പ്രോജക്ട് എന്താണെന്ന് അറിയാമോ? ലേഡീസിന് മറ്റേ സ്പൈസസ് അറ്റാക്ക് വരുന്ന സ്പൈസസ് അല്ല, വേറൊരു അതിന്റെ ടെക്നിക്കൽ സൈഡ് എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ ടെക്നിക്കൽ സൈഡ് പറയുന്നില്ല. ലേഡീസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്യുപ്മെന്റ് ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്തത്, സിസ്റ്റം ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്തത്. സോഫ്റ്റ്വെയർ ആണ്. ആ സോഫ്റ്റ്വെയർ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ക്യാമറയിൽ നിന്ന് കിട്ടുന്ന ഡേറ്റ എടുത്തിട്ട് അബ്നോർമാലിറ്റീസ് ഉണ്ടെങ്കിൽ ഐഡന്റിഫൈ ചെയ്ത് പബ്ലിഷ് ചെയ്യുക എന്നുള്ള സാധനം. ഇത് എല്ലാ സ്ഥലത്തും കാണുന്ന സാധനമല്ലേ, എല്ലാ സ്ഥലത്തും കേൾക്കുന്ന സാധനമല്ലേ. പക്ഷെ അതിനെ ഒരു സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോൺ ലെവലിലേക്ക് എത്തിക്കാൻ സാധിച്ചതിനുള്ള മെയിൻ റീസൺ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് 6 പേരും 6 ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് 6 ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എടുത്തിട്ട് അവർ ചായ കുടിക്കാൻ പോകുമായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. ഈ ചായ കുടിക്കാൻ പോകുന്ന സമയത്ത് എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? ചായ കുടിക്കാൻ പോകുന്ന സമയത്ത് ഇതിനെക്കുറിച്ചുള്ള വരായികളെ കുറിച്ച് വളരെ കാഷ്വലായിട്ട് കൂട്ടുകാരായിട്ട് വളരെ സീരിയസ് ആയിട്ട് കാഷ്വലായിട്ട് പ്ലസ് സീരിയസ് ആയിട്ട് ചിന്തിക്കാൻ സാധിച്ചത് കൊണ്ടാണ് നാഷണലി ഇന്ത്യയിലെ മൊത്തം 1000 ബെസ്റ്റ് പ്രോജക്റ്റുകൾ എടുത്ത സമയത്ത് അതിനകത്ത് ഒരു പ്രോജക്റ്റ് ആയിട്ട് ആകാനും ഏകദേശം 10-50,000 രൂപയുടെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആ ഓൾ ടുഗദർ ആ പ്രോജക്റ്റിൽ കിട്ടാനുള്ള സാധനം. 2 കാര്യം, പ്രോജക്ട് ഡെവലപ്മെന്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ടീം വർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ച് ഇനിഷ്യൽ സ്റ്റേജിൽ പ്രോജക്ട് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഇമോഷണൽ അല്ലാതെ നല്ല സീരിയസ് ആയിട്ടുള്ള സ്വപ്നം കാണാൻ വരുന്ന ടീം ബിൽഡ് ചെയ്യുക. ബിസിനസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ബിസിനസ് നമ്മുടെ കോമ്പറ്റീറ്ററേക്കാൾ മുന്നിൽ പോകാൻ പറ്റുന്ന രീതിയിൽ ഡ്രീംസ് കൃത്യമായിട്ട് ഡോട്ട്സ് ഇല്ലാതെ ലിങ്ക് ചെയ്തെടുക്കാൻ സാധിക്കുക. ഇത് രണ്ടുമാണ് എന്റെ അഭിപ്രായത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയന്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സാറേ, നമ്മുടെ സ്റ്റുഡന്റ് സ്റ്റാർട്ടപ്പുകളായിട്ടൊക്കെ ഓണ്ടർപ്രണർ ആയിട്ട് വരുന്നുണ്ടല്ലോ. അപ്പൊ അത്തരത്തിലുള്ള ഓണ്ടർപ്രണർഷിപ്പിനൊക്കെ നമുക്ക് EDC അല്ലാതെ മറ്റെന്തെങ്കിലും സപ്പോർട്ടുകൾ നമുക്ക് കിട്ടുമോ? സ്റ്റുഡന്റ് സ്റ്റാർട്ടപ്സിന് പല രീതിയിലുള്ള സപ്പോർട്ടാണ് ആവശ്യം. ഒന്ന്, ഐഡിയ സ്റ്റേജിലുള്ള സാധനങ്ങളെ ഒരു പ്രോജക്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുക. ഈ പ്രോജക്റ്റിനെ എക്സാക്ട്ലി പ്രോഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക. പ്രോഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്തുള്ളതെന്ന് പറഞ്ഞാൽ മാർക്കറ്റബിൾ സാധനമായിരിക്കണം. ഈ ഐഡിയയെ പ്രോജക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഐഡിയേഷൻ സ്റ്റേജിലുള്ള സാമ്പത്തിക സഹായം നമുക്ക് ഇന്ന് കേരളത്തിൽ നിന്ന് കിട്ടുന്നത് ഒന്ന് നമ്മുടെ അതിന് 2 തരത്തിലെടുക്കാം. നമ്മുടെ ഐഡിയ പല സ്ഥലത്ത് പോയി പിച്ച് ചെയ്ത് ആ പിച്ച് ചെയ്യുന്നതിനകത്ത് കിട്ടുന്ന സമ്മാന തുകയെ നമ്മുടെ ഈ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാനുള്ള ഇതായിട്ട് കണക്കാക്കാം. ഞങ്ങളുടെ കോളേജിൽ അത് ചെയ്യാറുണ്ട്. രണ്ടാമത്തെ സാധനം എന്താന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി ഇത് പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഉള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്. അങ്ങനെ ഐഡിയ ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഒരു കോൺടെസ്റ്റ് ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. അപ് ടു 2 lakhs കിട്ടും. കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി, എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ പോളിടെക്നിക്കൽ DTU ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് കുറെ സ്കീംസ് ഉണ്ടാവും. എഞ്ചിനീയറിംഗിനെ സംബന്ധിച്ചോളം കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി സ്റ്റുഡന്റ് പ്രോജക്ട്സിന് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്. കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി സ്റ്റുഡന്റ് പ്രോജക്ട്സിന് once in a while കോൾ ഫോർ ചെയ്യാറുണ്ട്. അപ് ടു 10,000 രൂപ വരെ കിട്ടും. അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെന്റേഴ്സ് ഫിനാൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ DIC ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെന്റേഴ്സ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് വരും. അതും അപ് ടു
10,000 rupees ആണ്. പക്ഷെ ഇതിനേക്കാളും സുന്ദരമായിട്ടുള്ള വേറൊരു മെത്തേഡ് എന്താണെന്ന് അറിയാമോ? നമ്മൾ നേരെ ഇൻഡസ്ട്രീസിലോട്ട് ഇറങ്ങി ചെല്ലണമെന്നേ, ഇറങ്ങി ചെന്നിട്ട് അവരുടെ ഒരു പ്രോബ്ലം എടുത്തിട്ട് ഒരു കൺസൾട്ടൻസി പോലെ എടുക്കുക, അവരുടെ പ്രോബ്ലം എടുത്തിട്ട് സോൾവ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റിനുള്ള പ്രത്യേകത, നമ്മൾ ലീഡ് പ്രൂഫ് ആയിട്ടുള്ള സജഷൻ കൊടുത്താലേ കാശ് തരും, അല്ലെങ്കിൽ പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്ത് കൊടുത്താലേ കാശ് തരും. അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല, നമ്മൾ അത്രത്തോളം തിങ്ക് ചെയ്ത് ഹാർഡായിട്ട് വർക്ക് ചെയ്യും. അങ്ങനെ വർക്ക് ചെയ്ത് ഇൻഡസ്ട്രീസിൽ നിന്ന്, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആകാം, MSMEs ആകാം, അതല്ലെന്നുണ്ടെങ്കിൽ ഒരു ചായക്കടക്കാരനാകാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള സലൂൺ ആകാം, ഇവിടെയൊക്കെ ചുമ്മാതെ പോയി ചോദിക്കാനുള്ള, ഞാൻ നിങ്ങളുടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ചായ കുടിക്കുന്ന കടയിലെ പ്രോബ്ലംസിനെ കുറിച്ച് അതിന്റെ ഓണറുമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള കപ്പാസിറ്റി. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിന് സൊല്യൂഷൻ ഉണ്ടാക്കി തന്നു കഴിഞ്ഞാൽ എനിക്ക് അതിനുള്ള എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെ ഉള്ള ഇന്ററാക്ഷൻസ് ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഫണ്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നല്ല മെത്തേഡാണ്. ഇനി ഇതിനേക്കാൾ കുറച്ചും കൂടി അപ്പർ സ്റ്റേജിലായിട്ട് പോയി കഴിഞ്ഞാൽ നിധി പ്രയാസം എന്ന് പറയുന്ന up to 10 lakhs കിട്ടുന്ന സ്കീം അവൈലബിൾ ആണ്. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ, NIT കാലിക്കറ്റ് പ്ലസ് നമ്മുടെ കൊച്ചിയിലെ മേക്കർ വില്ലേജിനും ഈ ഫണ്ട് അവൈലബിൾ ആണ്. ഒരു വർഷം 1 കോടി രൂപയാണ് ഇവരുടെ കയ്യിലുള്ളത്. 10 ലക്ഷം രൂപ വെച്ച് 10 പേർക്ക് കൊടുക്കാനുള്ള സപ്പോർട്ട് അവൈലബിൾ ആണ്. പിന്നെ നിധി EIR, ഓണ്ടർപ്രണേഴ്സ് ഇൻ റെസിഡൻസ് എന്ന് പറയുന്ന പ്രോഗ്രാം ഉണ്ട്. ആ പ്രോഗ്രാമിലും അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നിധി പ്രയാസ് ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കോഴ്സ് കഴിഞ്ഞാലേ കിട്ടൂ. നിധി EIR കോഴ്സ് കഴിഞ്ഞാലേ കിട്ടൂ. നിധി പ്രയാസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അപ്ലൈ ചെയ്യാം. നിധി EIR ഉള്ള പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 33,000 രൂപ പെർ മന്ത് വെച്ചിട്ട് നിങ്ങൾക്ക് 1 വർഷത്തേക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കിട്ടും. അത് നിങ്ങൾക്കുള്ള റെമ്യൂണറേഷൻ ആണ്. ആ സമയത്ത് നമ്മുടെ പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്ത് ഒരു ബിസിനസ് ആയിട്ട് കൺവേർട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അങ്ങനെ പല സ്കീംസ് അവൈലബിൾ ആണ്. MSME ഇപ്പൊ ഹാക്കത്തോൺ എന്ന് പറയുന്നത് 15 ലക്ഷം രൂപയുടെ ഫണ്ട് കോൾ ഫോർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് IT up to 15 lakhs ഓണ്ടർപ്രണേഴ്സ് ഇൻ റെസിഡൻസ് പ്രോഗ്രാം, വേറൊരു പ്രോഗ്രാം ഇവിടെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സ്കീംസ് അവൈലബിൾ ആണ്. നമ്മൾ ഇതിനകത്തോട്ട് ഇറങ്ങി തിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഫണ്ട് കിട്ടാൻ. വേറെ താങ്ക് യു സാർ. എനിക്ക് തോന്നുന്നു മറ്റാർക്ക്, നമ്മുടെ സാറന്മാർക്ക് ADCയിലെ നോഡൽ ഓഫീസേഴ്സിന് അല്ലെങ്കിൽ മറ്റ് അധ്യാപകർക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. സാർ എൻ്റെ പേര് രവീഷ്. ഓക്കെ, ഞാൻ കളമശ്ശേരി പോളിടെക്നിക്കിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. സാർ ഈ കിട്ടുന്ന ഫണ്ട്, ഇപ്പൊ കുട്ടികൾ ഐഡിയ ഡെവലപ്പ് ചെയ്തു, ഈ കിട്ടുന്ന ഫണ്ട് വെച്ച് ഇത് സക്സസ് ആയില്ലെങ്കിൽ എന്ത് ചെയ്യും? അതായത് ഇപ്പോ സാറിന്റെ ക്വസ്റ്റ്യൻ എനിക്ക് മനസ്സിലായി. ഇത് ഞാൻ ഫേസ് ചെയ്തൊരു പ്രോബ്ലം ആണ്. ഒരു കുഴപ്പമില്ല സാർ. നമ്മള് അതിനകത്ത് ഒരൊറ്റ കാര്യം, ഇത് എന്റെ എക്സ്പ്ലനേഷൻ അല്ല, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ എക്സ്പ്ലനേഷൻ ആണ്. എന്തെന്ന് അറിയാമോ? നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ റിസർച്ച് ആൻഡ് R&D ആണ്. R&D എന്ന് പറഞ്ഞാൽ ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ്. ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ സക്സസ് ആകാം അല്ലെങ്കിൽ ഫെയിൽ ആകാം. സക്സസ് ആയി കഴിഞ്ഞാൽ നല്ലൊരു പ്രോജക്ട് ഡെവലപ്മെന്റ് അങ്ങനെയാണെങ്കിൽ ഈ ഫണ്ട് തരുന്ന അല്ല, ഇപ്പൊ പോളിടെക്നിക്കൽ ഡെവലപ്പ് ചെയ്യണ കുട്ടികളെ ഒരു പ്രൊജക്ട് റിപ്പോർട്ട് എന്ന് പറഞ്ഞ് അവര് വെറുതെ അതിന്റെ ഒരു എന്തൊക്കെ കൊടുക്കണമെന്ന് അറിയില്ല. അതായത് നമ്മൾ വെറുതെ ഫ്രീ ഹാൻഡ് ഐഡിയ കൊടുത്തു കഴിഞ്ഞാൽ ഫണ്ട് കിട്ടുമെന്ന് ഞാൻ ചോദിക്കുന്നത്. അല്ല, നമ്മുടെ ഓക്കെ അതായിരുന്നോ? അത് അങ്ങനെ കിട്ടില്ല സാറേ. നമ്മൾ അതിനെ ഒരു സ്ട്രക്ചറിൽ കൊണ്ടുവരാൻ പറ്റണം. പെട്ടെന്ന് ഞാനൊരു പ്രപ്പോസൽ ഓർക്കുന്നുണ്ട്. നമ്മുടെ കരിമ്പനയിൽ നിന്ന് കിട്ടുന്ന ലിക്വിഡ് അക്കാനി എന്ന് പറയും ആ സാധനത്തിന്, ഇവിടെ എന്ത് പേര് പറയുമെന്ന് എനിക്കറിയില്ല. അത് കാച്ചി കുറുക്കിയിട്ടാണ് കരിപ്പട്ടി ഉണ്ടാക്കുന്നത്. ആ കരിപ്പട്ടി ഉണ്ടാക്കുന്ന സാധനത്തിന് വെറും സ്റ്റൗവും പാത്രവും ഒരു ചീനിച്ചട്ടിയും ഒരു തവിയും മാത്രം മതി. പക്ഷെ ആ പ്രോജക്റ്റ് ഒരു ടീം അപ്ലൈ ചെയ്യുന്നത് ഏകദേശം 24 ലക്ഷം രൂപയാണ്. അത് ഒരു 15-10 വർഷങ്ങൾക്ക് മുന്നേ ഉള്ള സംഭവമാണ് ഞാൻ പറയുന്നത്. ആ പ്രൊപ്പോസൽ വായിച്ചു കഴിഞ്ഞാൽ ആരും ഫണ്ട് കൊടുത്തു. അത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് എന്ത് പ്രോബ്ലം ആണ് നമ്മൾ അഡ്രസ് ചെയ്യുന്നത്, അത് എങ്ങനെയാണ് എക്സാക്ട്ലി നമ്മൾ സോൾവ് ചെയ്യുന്നത്, അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സൊസൈറ്റി ഇമ്പാക്ട് ഉണ്ടാകും, ഇത് വെച്ചിട്ട് എങ്ങനെ ബിസിനസ് ചെയ്യും, ഇത്രയും സാധനം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് ഇമേജസ് ഒക്കെ വെച്ചിട്ട് ഫ്ലോ ചാർട്ട് വെച്ചിട്ട് വളരെ സിമ്പിൾ ആയിട്ട് എഴുതി പെട്ടെന്ന് വായിക്കുമ്പോൾ തന്നെ ഇതിനകത്തൊരു ബിസിനസ് പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് കാശ് കിട്ടും. സാറേ ഞാൻ ചോദിക്കണേ, ഇപ്പൊ ഐഡിയ ഒരു ന്യൂ ഐഡിയ ആണെന്ന് നിർബന്ധമില്ലല്ലോ. അത് നമ്മളെ ലൊക്കാലിറ്റിയിലുള്ള ഒരു പ്രശ്നം സോൾവ് ചെയ്താൽ പോരെ? സാർ അത് സാർ പറഞ്ഞത് 100% ശരിയാണ്. അത് എക്സാക്ട്ലി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബഡാ ബാറ്റർ എടുത്തത്. പോളിടെക്നിക്കിലെ പിള്ളേരോട് സംസാരിക്കുന്നത് ആയതുകൊണ്ട് ബഡാ ബാറ്റർ എന്ന് പറയുന്നത് ഓൾറെഡി ബഡാ ബാറ്റർ ID ഫുഡ് പ്രോഡക്ട്സ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് വേറെ റെഫറൻസ് ചെയ്തു. അതിനൊക്കെ ഒരു പൊട്ടൻഷ്യൽ ഇല്ലേ? അത് ഞങ്ങള് വലിയ ഐഡിയ അല്ല. അവിടെ ഒരു കുട്ടിയുടെ വീട്ടില് അടക്ക കച്ചവടമാണ് അവന്റെ അച്ഛന്.
അപ്പൊ മാർക്കറ്റിൽ ഓൾറെഡി പല അടക്കയുടെ തോട് കളയണ മെത്തേഡുകളുണ്ട്. അതെ അതെ അതെ. അപ്പൊ ഇവരിപ്പോഴും ചെയ്യുന്നത് മറ്റേ ഹാൻഡ് ടൂൾ വെച്ച് ഓരോന്നോരോന്ന് പൊളിച്ചാണ്. അപ്പൊ അവര് അതിനുവേണ്ടി ഒരു ചെറിയ ടൂൾ ഉണ്ടാക്കാം എന്നാ വിചാരിക്കുന്നത്. ഓക്കെ, അത് ഉറപ്പായിട്ടും ചെയ്യാം. അപ്പൊ അതിന് ഫണ്ട് കിട്ടും. ഫണ്ട് കിട്ടാം. നമ്മള് അത് ഞാനേ മേക്കർ വില്ലേജ് ഞങ്ങളുടെ തൊട്ടടുത്തുണ്ട്, കളമശ്ശേരി തന്നെ ഉണ്ട്. ആ അവിടെ പോയി അങ്ങനെ അന്വേഷിച്ചാൽ മതി. ഇത് എങ്ങനെ ഇത് എവിടെ പോയി എന്ത് ചെയ്യണം വെച്ചാൽ മേക്കർ അങ്ങനെയല്ല സാർ, മേക്കർ വില്ലേജിൽ പോയി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ നമ്മള് മേക്കർ വില്ലേജിൽ ഇതുപോലെയുള്ള പ്രോജക്റ്റ് ഒക്കെ എവിടെ ഫണ്ട് കിട്ടാമെന്ന് നമ്മൾ സെർച്ച് ചെയ്ത് തന്നെ കണ്ടുപിടിക്കേണ്ടി വരും. ചെറിയ പ്രോട്ടോടൈപ്പ് ഡെവലപ്പ്, ആദ്യം നമ്മൾ ഐഡിയ കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്യാം. ആ ഡെവലപ്പ് ചെയ്യുന്ന കുട്ടികൾ ഉണ്ടാക്കും, പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കും. അപ്പോൾ ആ ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കുന്നതിന് എത്ര എക്സ്പെൻസ് വരും നോക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്കീംസ് നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് അപ്ലൈ ചെയ്യുന്നതാണ് ബെസ്റ്റ് മെത്തേഡ്. സെർച്ച് വെച്ചാണല്ലേ? അതെ അതെ. അത് അവിടെ പോയി സെർച്ച് ചെയ്യുന്നതിനും കുഴപ്പമില്ല, ഓൺലൈനിൽ ഇരുന്ന് സെർച്ച് ചെയ്യുന്നതിനും കുഴപ്പമില്ല, കൂട്ടുകാരുടെ അടുത്ത് ചോദിച്ച് ചെയ്യുന്നതിനും കുഴപ്പമില്ല. അല്ലെങ്കിൽ ബെനിഫിഷ്യറി നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടെങ്കിൽ ആ ബെനിഫിഷ്യറി ഡയറക്റ്റ് കാശ് വാങ്ങുന്നതുകൊണ്ടും കുഴപ്പമില്ല. പോകേണ്ട ഒരു ഫൈൽ ഉണ്ടോ? അതായത് മേക്കർ വില്ലേജിൽ പോയി അങ്ങനെ ആദ്യം കോണ്ടാക്ട് ചെയ്യാം, അവരവിടുന്ന് ഫർദർ എന്തെങ്കിലും ഹെൽപ്പ് തരും. ഓക്കെ സാർ, ഇത് ഇങ്ങനെയുള്ള ഡൗട്ടുകളാണ്. പിള്ളേർക്ക് പ്രോജക്റ്റിനെ കുറിച്ച് പറയുമ്പോഴും അവര് ഒരു കോൺഫിഡന്റ് അല്ല എല്ലാ കാര്യങ്ങളിലും. അതുണ്ട്, സ്വാഭാവികമാണ്, അവർക്ക് പേടിയുണ്ടാവും. സാറേ, നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്താലോ? എനിക്ക് ഓക്കെ സാർ. അപ്പൊ നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. ഇന്ന് നമ്മുടെ റിസോഴ്സ് പേഴ്സൺ ആയിട്ടുള്ള ഡോക്ടർ ഷെറിൻ സാം ജോസ് സാറാണ്. അദ്ദേഹം അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ ഡയറക്ടർ, TBAയുടെ ഡയറക്ടർ, അതുപോലെ തന്നെ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ് HOD കൂടിയാണ്. നമ്മുടെ ഈ എളിയ ക്ഷണം സ്വീകരിച്ച് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ആറ്റിങ്ങലിന്റെ ഭാഗമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്നോവേഷൻ കൗൺസിലിന്റെ ഈ വെബിനാർ സീരീസിൽ അദ്ദേഹം വോളണ്ടറിലി നമ്മുടെ പ്രോഗ്രാമിലേക്ക് അതിന്റെ വേണ്ടി എക്സ്പീരിയൻസ് കൗൺസിൽ, അതുപോലെ ഇൻഡസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ററാക്ഷൻ സെല്ല് ഇതിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കും. അതിയായ സന്തോഷം, അതോടൊപ്പം തന്നെ നന്ദിയും വയ്ക്കുന്നു. നമ്മുടെ വെബിനാറിൽ മറ്റു പോളിടെക്നിക് അധ്യാപകന്മാർ നിങ്ങൾ അറേഞ്ച് ചെയ്യുന്നതാണ്. ഒരിക്കൽ കൂടി നന്ദി അറിയിക്കും. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. സാറേ, നമ്മുടെ നമ്മുടെ നാലാമത്തെ വെബിനാറാണ്. പോളിടെക്നിക് ഫ്രാൻസ് അതുപോലെ ഷെയർ ചെയ്ത് കൊടുത്താൽ ഞാൻ ലിങ്ക് അയച്ചു. നമ്മുടെ പ്രകാശൻ സാർ ഉണ്ടോ അറിയില്ല. അതുപോലെ നമ്മുടെ പ്രദീപ് സാർ ഉണ്ടായിരുന്നു. അതുപോലെ ഫീഡ്ബാക്ക് ഫോം ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്.